ഹായ് എല്ലാവർക്കും നമസ്കാരം. സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മാത്സിന്റെ കുറച്ച് ടോപ്പിക് നമുക്ക് റിവൈസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ആ ടോപ്പിക്കിന്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ പഠിക്കും. അതിനുശേഷം നമുക്കൊരു 25 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇത്രയും ബേസിക് ആയിട്ടുള്ള ടോപ്പിക് ഉണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, ഇതിന്റെ കൂടെ കുറച്ച് ടോപ്പിക്കും കൂടെ ഉണ്ടാവും. അപ്പോൾ ആ ടോപ്പിക്കിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം പറയും. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ നമ്മൾ നമ്പർ സിസ്റ്റം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചാണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ റിയൽ നമ്പർ ആണ് നമുക്ക് പഠിക്കേണ്ടത്. ഈ പാർട്ട് നമുക്ക് ആവശ്യമില്ല. അപ്പം ഈ പാർട്ടാണ് നമുക്ക് ആവശ്യം. ഏതാണ് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത്? റിയൽ പാർട്ടിന്റെ സൈഡാണ് നമുക്ക് ആവശ്യം. അപ്പോൾ റിയൽ നമ്പർ എന്താണെന്ന് നമുക്കറിയണം. റിയൽ നമ്പർ എന്താണ്? നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. എന്താണ്? ഒരു നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ റിയൽ നമ്പർ എന്ന് പറയും. എന്താണ്? 0, 1, 2, അതുപോലെ -1, -2, അതുപോലെ എന്താ 1/2, പിന്നെന്താ പൈ, അങ്ങനെയുള്ള എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ എന്ത് പറയും? നമ്മൾ റിയൽ നമ്പർ എന്ന് പറയും. അറിയുന്നതാണ്. ആ റിയൽ നമ്പറിനെ നമ്മൾ രണ്ട് പാർട്ടാക്കിയിട്ടുണ്ട്. എന്താണ്? റാഷണൽ നമ്പർ, ഇറാഷണൽ നമ്പർ. അപ്പോൾ റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ p/q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെ നമ്മൾ റാഷണൽ നമ്പർ എന്ന് പറയും. സോറി, അതുപോലെ p/q ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പറിനെ നമ്മൾ എന്താ പറയും? ഇറാഷണൽ നമ്പർ എന്ന് പറയും. അറിയുന്നതാണ് എല്ലാവർക്കും. എന്താണ്? ഇവിടെ നോക്കിയാൽ 1, 2, അതുപോലെ 1/2. ഈ 1 എന്ന് പറഞ്ഞാൽ എന്താ? റാഷണൽ നമ്പറിലാണ് ഇട്ടത്. എന്തുകൊണ്ടാണ്? 1/1 ഇടാം, 2/1 ഇടാം. ഓക്കെ, അപ്പോൾ 1, 2, 1/2, 3/2 അങ്ങനെയുള്ള നമ്പേഴ്സിനൊക്കെ നമുക്ക് എന്ത് പറയാം? റാഷണൽ നമ്പർ എന്ന് പറയാം. ഓക്കെ, ഇനി ഇറാഷണൽ നമ്പർ എന്താണ്? ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ പൈ, അതുപോലത്തെ നമ്പർ ഇപ്പൊ എന്താ √2, ഇതൊക്കെ എന്താണ്? ഇറാഷണൽ നമ്പർ ആണ്. ഓക്കെ, ഇനി ഇൻഡിജർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിജർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? 0, 1, 2, അതുപോലെ -1, -2 അങ്ങനെയുള്ള നമ്പേഴ്സിനെ നമ്മൾ എന്ത് പറയും? ഇൻഡിജർ എന്ന് പറയും. ഇനി ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ 0 മുതൽ തുടങ്ങുന്ന നമ്പർ, 0, 1, 2, 3 അങ്ങനെ തുടങ്ങുന്ന നമ്പേഴ്സിനെ നമ്മൾ എന്ത് പറയും? ഹോൾ നമ്പർ എന്ന് പറയും. ഓക്കെ, ഇനി നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1, 2, 3 എണ്ണൽ സംഖ്യ, എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യ. നമ്മൾ എണ്ണാൻ എങ്ങനെ ഉപയോഗിക്കുന്നത്? 1, 2, 3, 4 അങ്ങനെയല്ല എണ്ണുന്ന ആ നമ്പേഴ്സിനെ നമ്മൾ നാച്ചുറൽ നമ്പർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇൻഡിജർ എന്ന് പറഞ്ഞാൽ ഇത്രയും നമ്പറാണ്. അപ്പോൾ അതിന്റെ ഈ പാർട്ട് മാത്രം നോക്കിയാൽ എന്താണ്? അത് ഹോൾ നമ്പർ ആണ്. ഇനിയോ 1 മുതൽ തുടങ്ങിയാൽ അത് നാച്ചുറൽ നമ്പർ ആണ്. ഇനി നാച്ചുറൽ നമ്പറിനെ തന്നെ നമുക്ക് രണ്ട് പാർട്ടാക്കാം. എന്താണ്? പ്രൈം നമ്പർ എന്ന് പറയാം. പ്രൈം നമ്പർ അല്ലാത്ത നമ്പറിനെ നമ്മൾ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നമ്പറിന്റെ ഫാക്ടർ എന്ന് പറയുന്നത് ആ നമ്പർ ആവാം, അല്ലെങ്കിൽ എന്താവാം? ഒന്നാവാം. ഓക്കെ, അതായത് ഇപ്പം 3 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫാക്ടേഴ്സ് എന്തായിരിക്കും? 1 ആവാം, 3 ആവാം. വേറെ എക്സാമ്പിൾ, നമ്മൾ 6 എന്ന നമ്പർ എടുക്കുന്നു. ഇതിന്റെ ഫാക്ടേഴ്സ് എന്താണ്? ഇതിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1 ആണ്, 2 ആണ്, 3 ആണ്, 6 ആണ്. അപ്പൊ ഇവിടെ 2ൽ കൂടുതൽ ഫാക്ടർ വന്നില്ലേ? അപ്പൊ എന്താണ്? അത് എന്താ? നമ്മുടെ പ്രൈം നമ്പർ അല്ല. 3 എന്ന് പറയുന്നത് എന്താണ്? പ്രൈം നമ്പർ ആണ്. കാരണം അതിന് 2 ഫാക്ടർ മാത്രമേ ഉള്ളൂ, 1 അല്ലെങ്കിൽ 3. ഓക്കെ, അപ്പൊ അതിനാണ് നമ്മൾ പ്രൈം നമ്പർ എന്ന് പറയാം. ഈ പ്രൈം നമ്പർ അല്ലാത്ത നമ്പേഴ്സിന് നമ്മൾ എന്ത് പറയും? കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയും. അപ്പോൾ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 2 എന്താണ്? 2ന്റെ ഫാക്ടർ എന്ന് പറയുന്നത് 1 ആണ് അല്ലെങ്കിൽ 2 ആണ്. 2 ഫാക്ടർ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് പ്രൈം നമ്പർ ആണ്. പിന്നെ 3 ആണ്, 5, 7. ഓക്കെ, 9 ആണോ? 9 അല്ല. 9 അല്ലാത്ത എന്തുകൊണ്ടാ? 9ന്റെ ഫാക്ടർ എന്ന് പറയുന്നത് 1 ആണ്, 3 ആണ്, 9 ആണ്. സോ 3 ഫാക്ടർ ഒന്നില്ലേ? അപ്പോൾ 9 ഫാക്ടർ അല്ല, എന്താ? പ്രൈം നമ്പർ അല്ല. പിന്നെ 11. അപ്പൊ ഇങ്ങനെ പോവും. 13. അപ്പൊ ഇങ്ങനെ പോകുന്ന നമ്പേഴ്സിനാണ് എന്താ? പ്രൈം നമ്പർ എന്ന് പറയാം. ഇനി ഈ പ്രൈം നമ്പർ അല്ലാത്ത നമ്പർ ഇതിന്റെ ഇടയിൽ നോക്കിയേ, 2, 3, 4, 6, പിന്നെന്താ 8, 9, 10 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സിന് നമ്മൾ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയും. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ഇതൊക്കെ പഠിച്ചു നോക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1 എന്ന് പറയുന്ന നമ്പർ പ്രൈം നമ്പറും അല്ല, കോമ്പോസിറ്റ് നമ്പറും അല്ല. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. അപ്പൊ ഇവിടെ ഞാൻ എഴുതി എന്താ? 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ് ഞാനിപ്പോൾ എഴുതിയത്. 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അല്ലേ? 6 × 1 6, പിന്നെ 6 × 2 അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തിനാണ് ഇത് എഴുതിയെന്ന് വെച്ചാൽ നമുക്ക് പ്രൈം നമ്പർ കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അതായത് നിങ്ങൾ നോക്കി, 6ന്ന് 1 കുറച്ചാൽ 5, 1 കൂട്ടിയാൽ, അതായത് ഇവിടെ 5 കിട്ടും, ഇവിടെ 7 കിട്ടും, ഇവിടെ 11 കിട്ടും, ഇവിടെ 13 കിട്ടും. അപ്പൊ ഇങ്ങനെ കിട്ടില്ലേ? അപ്പൊ ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് ഇതാ ഇങ്ങനെ എഴുതാൻ പറ്റും. ഇനി ഇവിടുന്ന് ഇപ്പൊ 25 നമ്മൾ കട്ട് ചെയ്യുന്നു.
കാരണം എന്താ 5ന്റെ മൾട്ടിപ്പിൾ ആണ്. 35 കട്ട് ചെയ്യുന്നു. അങ്ങനെ ഇത്രയും നമ്പേഴ്സിനെ നമ്മൾ കട്ട് ചെയ്യുന്നു. 25, 35, 49, 55. ബാക്കിയുള്ള നമ്പേഴ്സ് ആയിരിക്കും നമ്മുടെ പ്രൈം നമ്പർ എന്ന് പറയാം. 1 മുതൽ 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ് ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. എങ്ങനെയാണ് നമ്മൾ ഓർത്തിരിക്കുക. ഓക്കെ, അതായത് 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിന് 1 കൂട്ടുക 1 കുറക്കുക. ഓക്കെ, അപ്പോൾ 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ വന്നത് നമ്മൾ കട്ട് ചെയ്യുന്നു. പിന്നെ ഇതാ 7ന്റെ 1 ഇവിടെ. ഇത്രയും സാധനങ്ങൾ കട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ കട്ട് ചെയ്യുന്ന സാധനങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ബാക്കിയുള്ള നമ്പേഴ്സ് ആണ് പ്രൈം നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പ്രൈം നമ്പർ ആണ് ഉള്ളത്. ഇതിന്റെ കൂടെ നമുക്ക് ഇതാ 2ഉം 3ഉം കൂടെ ഉണ്ട്. 2ഉം 3ഉം ഉണ്ട്. ബാക്കി ഇത്രയും പ്രൈം നമ്പേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കൃത്യമായി പഠിച്ചിരിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പം നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1 2 3 4 ഇതാണ് നാച്ചുറൽ നമ്പർ. ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ 0 മുതൽ തുടങ്ങുന്ന നമ്പേഴ്സിനെ ഹോൾ നമ്പർ എന്ന് പറയുന്നു. ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ മൈനസും പ്ലസും വരുന്ന ഇതുപോലത്തെ നമ്പേഴ്സ്, അതിനെയാണ് നമ്മൾ ഇൻറ്റിജർ എന്ന് പറയുക. ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ, അതായത് 2 അതിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും. അതിനെയാണ് ഈവൻ നമ്പർ എന്ന് പറയാം. സോ 2, 4, 6 അങ്ങനെയുള്ള 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് എന്താ പ്രൈം നമ്പർ, ഈവൻ നമ്പർ എന്ന് പറയാം. ഓക്കെ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ എന്താണ്? ഓഡ് നമ്പർ. ക്ലിയർ? പ്രൈം നമ്പർ നമ്മൾ പറഞ്ഞു ഇതാണ് പ്രൈം നമ്പർ. കോമ്പോസിറ്റ് നമ്പർ നമ്മൾ പറഞ്ഞു. പ്രൈം നമ്പർ അല്ലാത്ത നമ്പേഴ്സിനെ 1 കൂട്ടാൻ പറ്റില്ല. ബാക്കിയുള്ള നമ്പേഴ്സിനെ നമ്മൾ എന്ത് പറയും? കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയും. റാഷണൽ നമ്പർ പറഞ്ഞു. P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെ നമ്മൾ റാഷണൽ നമ്പർ എന്ന് പറയും. ഓക്കെ, ഇനി P/Q ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സിനെ നമ്മൾ എന്ത് പറയും? ഇറാഷണൽ നമ്പർ എന്ന് പറയും. ഓക്കെ, ക്ലിയർ? അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇനി ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, എന്തുകൊണ്ടാണ് P/Q ഫോമിൽ എഴുതാൻ പറ്റാത്തതെന്ന്. അതായത് ഇപ്പോൾ റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ P/Q ഫോമിൽ എഴുതാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞു. നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പോൾ 1/3 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.333 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്ന നമ്പർ നമുക്ക് കിട്ടും. ഇതിന് നമ്മൾ റിക്കറിംഗ് നമ്പർ എന്ന് പറയും. അപ്പോൾ എന്താ, റിപ്പീറ്റ് പോകുന്ന വാല്യൂവിനെ നമുക്ക് ഇവിടെ മേലെ ബാർ ഇടാം. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എന്ത് പറയും? റിക്കറിംഗ് നമ്പർ. ഇനി നമുക്ക് ഇങ്ങനത്തെ, അതായത് 1/2 എന്നുള്ളത് ഒരു റാഷണൽ നമ്പർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.5 എന്ന് കിട്ടും. ഈ 2 തരത്തിലുള്ള നമ്പേഴ്സിനാണ് നമ്മൾ റാഷണൽ നമ്പർ എന്ന് പറയാം. ഒന്നിക്കിൽ എന്താ 1/3 എന്ന് പറഞ്ഞാൽ എന്താ 0.3333 അങ്ങനെ റിക്കറിംഗ് നമ്പർ വരണം, അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യണം. ഇങ്ങനെ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? റാഷണൽ നമ്പർ ആണെന്ന് പറയാം. പക്ഷേ നമ്മുടെ ഇവിടെ ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ അതെന്താ? നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും. നോൺ ടെർമിനേറ്റിംഗ്, നോൺ റിക്കറിംഗ് ആയിരിക്കും. അതായത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. √2 എന്ന നമ്പർ വന്നാൽ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1.414135. അപ്പം ഇങ്ങനെ പോകും. ഇവിടെ ഒരു വാല്യൂ റിപ്പീറ്റ് ആവുന്നില്ല, അത് എൻഡ് ചെയ്യുന്നില്ല. അപ്പം ഇതെന്താ? ടെർമിനേറ്റ് ചെയ്യില്ല. ഓക്കെ, ടെർമിനേറ്റ് ചെയ്യില്ല, അതുപോലെ റിക്കറിങ്ങും അല്ല. അപ്പം അങ്ങനെയുള്ള നമ്പേഴ്സിനാണ് നമ്മൾ ഇറാഷണൽ നമ്പർ എന്ന് പറയും. ക്ലിയർ? അപ്പോൾ പൈ എന്ന് പറഞ്ഞാൽ ഇറാഷണൽ നമ്പർ ആണ്. കാരണം എന്താ? പൈൻ്റെ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് 3.1415926 ഇങ്ങനെ പോകുന്നതാണ് പൈൻ്റെ വാല്യൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, എന്താ പൈൻ്റെ വാല്യൂ ഈ പറഞ്ഞതാണ്, പക്ഷേ നിങ്ങൾ ഇതാ 22/7 എന്ന് പറയുന്നത് പൈൻ്റെ വാല്യൂ ആയിട്ട് എടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളിവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. അപ്പോൾ 22/7 എന്ന് പറയുന്നത് നമ്മുടെ പൈൻ്റെ വാല്യൂ ആയിട്ട് എടുക്കാറുണ്ട്. പക്ഷേ ഇത് പൈക്ക് ഈക്വൽ അല്ല, ഇത് നിയർലി ഈക്വൽ ആണ്. ഇവിടെ ഈ വാല്യൂ എന്ന് പറയുന്നത് റാഷണൽ നമ്പർ ആണ്, ഇത് ഇറാഷണൽ നമ്പർ ആണ്. ഓക്കെ, അതൊക്കെ നിങ്ങൾ പഠിച്ചായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. പൈ എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ് പൈ. കാരണം എന്താ? ഒരു സ്ഥലത്ത് അത് എൻഡ് ചെയ്യില്ല, ഇങ്ങനെ കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കും. ഒരു നമ്പർ തന്നെ കണ്ടിന്യൂ ആയാൽ നമുക്കത് റാഷണൽ നമ്പർ ആണെന്ന് പറയാം. കാരണം റിക്കറിംഗ് നമ്പർ ആയതുകൊണ്ട് അതിനെ നമ്മൾ റാഷണൽ നമ്പർ ആണെന്ന് പറയും. പക്ഷെ പൈൻ്റെ വാല്യൂ കണ്ടിന്യൂസ് ആയി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. എന്താ? എൻഡ് ചെയ്യുന്നില്ല, അതുപോലെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, പക്ഷേ ഈ 22/7 എന്ന് പറയുന്നത് അതൊരു നിയർലി ഈക്വൽ ആണ്. ഈക്വൽ അല്ല, പൈക്ക് ഈക്വൽ അല്ല. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കി വെക്കാം. ഈ 22/7 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 3.14287. പിന്നെയും ഈ വാല്യൂ റിപ്പീറ്റ് ചെയ്യും. 14287 അങ്ങനെ റിപ്പീറ്റ് ചെയ്യും. അതായത് ഇത്രയും വാല്യൂ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അങ്ങനെ ഏത് റാഷണൽ നമ്പർ എടുത്താലും നമുക്ക് എന്താ ഇതുപോലെ റിപ്പീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് എൻഡ് ചെയ്യും. ഇപ്പോൾ 1/2 എന്ന് പറഞ്ഞാൽ 0.5 എന്ന് വന്നു.
ഓക്കെ, അപ്പോൾ റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യാം അല്ലെങ്കിൽ എൻഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ റിപ്പീറ്റ് ചെയ്യാത്തതും എൻഡ് ചെയ്യാത്തതും ആയ നമ്പേഴ്സിനെ നമ്മൾ ഇറാഷണൽ നമ്പർ എന്ന് പറയും. ഓക്കെ, കൺഫ്യൂഷൻ മാറിയില്ലേ? അപ്പോൾ അതാണ് ഇത്രയും നമ്പേഴ്സ്. ഇനി നമ്മൾ പഠിക്കാനുള്ളത് ഫേസ് വാല്യൂ. ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ഒരു നമ്പറിന്റെ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ആ ഡിജിറ്റിന്റെ നമ്പർ തന്നെയാണ്. അതായത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, 2432 ഇങ്ങനെ ഒരു നമ്പർ തന്നു എന്ന് വിചാരിക്കുക, 2432. അപ്പോൾ ഇതിൽ 4ന്റെ ഡിജിറ്റ്, 4ന്റെ ഫേസ് വാല്യൂ എന്താണ്? 4ന്റെ ഫേസ് വാല്യൂ എന്താണ്? 4ന്റെ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ തന്നെയാണ്. അതായത് 4ന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 4 തന്നെയാണ്. ഓക്കെ, അപ്പൊ അതിനുള്ള വാല്യൂ, അതിന്റെ ഫേസ് കൊണ്ട്, അതിന്റെ മുഖവില എന്ന് പറയും. നമ്മൾ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ മുഖവില. അപ്പൊ അതിന്റെ ഫേസ് വാല്യൂ, മുഖവില എന്ന് പറയുന്നത് നമ്മൾ ഈ 4 എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന അതേ വാല്യൂ, അതായത് 4 തന്നെയാണ്. ഓക്കെ, അപ്പൊ അതാണ് ഫേസ് വാല്യൂ. ഇനി എന്താ? പ്ലേസ് വാല്യൂ, സ്ഥാന വില. അപ്പൊ അതിന്റെ സ്ഥാനം കൊണ്ട് കിട്ടുന്ന വാല്യൂവിനാണ് സ്ഥാനവില. ഓക്കെ, അതിന്റെ സ്ഥാനം കൊണ്ട് കിട്ടുന്ന വാല്യൂവിനാണ് നമ്മൾ സ്ഥാനവില എന്ന് പറയാം, പ്ലേസ് വാല്യൂ. അപ്പൊ അതെന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഇവിടെ നോക്കിയേ, 2432 ഇതില് 4ന്റെ പ്ലേസ് വാല്യൂ എന്താണ്? 4ന്റെ പ്ലേസ് വാല്യൂ എന്താണ്? 4ന്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നോക്കിയാൽ ഇതെന്താ? യൂണിറ്റ് പ്ലേസ് ആണ്, ഒറ്റ എന്ന് പറയും. ഇതോ 10ന്റെ പ്ലേസ് ആണ്, 10ന്റെ സ്ഥാനമാണ്. ഇത് 100ന്റെ സ്ഥാനമാണ്, ഇത് 1000 ആണ്. ഓക്കെ, അപ്പൊ എന്താ? നമ്മൾ ഈ അതിന്റെ മുഖവിലേനെ, അതായത് ഫേസ് വാല്യൂവിനെ അതിന്റെ സ്ഥാനം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പ്ലേസ് വാല്യൂ കിട്ടും. അപ്പൊ 4ന്റെ എന്താണ്? 4 × 100, 400 ആണ് അതിന്റെ പ്ലേസ് വാല്യൂ. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അടുത്തത് നിങ്ങൾ ബേസിക് ആയിട്ട് അറിയേണ്ടത്, ഒരു ഈവൻ നമ്പറും മറ്റൊരു ഈവൻ നമ്പറും ആഡ് ചെയ്താൽ, കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ഈവൻ നമ്പർ ആണ് കിട്ടുക. എക്സാമ്പിൾ 2 + 4 എന്ന് ചെയ്താൽ 6 കിട്ടില്ലേ? ഓക്കെ, അടുത്തത് ഓഡ് നമ്പറും ആഡ് ചെയ്താലോ? 3 + 5 എന്ത് കിട്ടും? 8. അതും ഈവൻ നമ്പർ ആണ് കിട്ടുക. അടുത്ത ഓഡ് നമ്പറും ഈവൻ നമ്പറും ആഡ് ചെയ്താൽ 3 + 2 എന്താ കിട്ടുക? ഓഡ് നമ്പർ ആണ് കിട്ടുക. ഇനി അപ്പൊ ഈ കാര്യങ്ങൾ നോക്കി വെക്കുക. ഇനി ഓഡ് നമ്പർ ഇൻറ്റു ഈവൻ നമ്പർ ചെയ്താൽ, ഏത് നമ്പറിനെയും നമ്മൾ ഈവൻ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് ഈവൻ നമ്പർ ആകും. ഓക്കെ, അടുത്തത് ഇതും ഈവൻ നമ്പർ ആണ്. കാരണം ഞാൻ പറഞ്ഞു, ഏത് നമ്പറിനെ നമ്മൾ ഈവൻ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അത് ഈവൻ നമ്പർ ആവും. സോ ഈവൻ നമ്പർ ആണ്. അടുത്ത എന്താ? ഓഡ് ഇൻറ്റു ഓഡ്. ഈവൻ നമ്പർ അതിൽ വന്നില്ലെങ്കിൽ അത് ഓഡ് നമ്പർ ആവും. ക്ലിയർ? എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, സിമ്പിളായി ഓർത്തിരിക്കാം. ഇനി അടുത്ത നമ്മൾ ഓപ്പറേഷൻസ്. ഓക്കെ, അതായത് എന്താ? അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അങ്ങനെയുള്ള 4 ഓപ്പറേഷൻസ് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ അഡിഷൻ ചെയ്യുമ്പോൾ ആദ്യം സെയിം സൈൻ ആണെങ്കിൽ, അതായത് ഇപ്പോൾ എന്താ? +2 + 3 ഇതുപോലുള്ള 2 വാല്യൂ ഉണ്ട്. ഇതിനെ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്താ? ഈ 2 വാല്യൂവിനെ നമ്മൾ ആഡ് ചെയ്യുന്നു. അതായത് ഇത് നമ്മൾ ഈ 3 എന്ന് മാത്രം പറഞ്ഞാൽ എന്താ? അത് +3 ആണ്. ഓക്കെ, അപ്പോൾ +2 അതുപോലെ 2 +2 അതുപോലെ +3 നമ്മൾ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ പറയുന്നത് ആഡ് ദ നമ്പേഴ്സ്, 2 നമ്പേഴ്സിനെ കൂട്ടിയാൽ എന്ത് കിട്ടും? 5 കിട്ടും. എന്നിട്ട് എന്താ? 2 ഒരേ സൈൻ ആണെങ്കിൽ ആ സൈൻ തന്നെ ഇട്ട് കൊടുക്കുക. ക്ലിയർ? അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. ഇനി -2നെ -3നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. -2നെ -3നെ നമ്മൾ ആഡ് ചെയ്യുന്നു. അങ്ങനെ വന്നാലോ? നമ്മളും അതും സെയിം ആണ്. 2 നമ്പറിനെ എന്ത് ചെയ്യുക? ആഡ് ദ നമ്പർ, 2 നമ്പറിനും ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്താൽ 5 കിട്ടും. എന്നിട്ട് അതിന്റെ സൈൻ തന്നെ ഇട്ട് കൊടുക്കുക. 2 നമ്പറിന്റെ സൈൻ ഏതാ? ഒരേ സൈൻ ആയാൽ ആ സൈൻ തന്നെ ഇട്ട് കൊടുക്കുക, -5. ഓക്കെ, അത് ക്ലിയർ അല്ലേ? ഇനി ഡിഫറെന്റ് സൈൻ വന്നാൽ സബ്ട്രാക്ട് സ്മോളർ ഫ്രം ദ ലാർജർ, വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ സൈൻ ഇടാം. അതായത് -5 + 3 ഡിഫറെന്റ് സൈൻ വന്നില്ലേ? ഡിഫറെന്റ് സൈൻ വന്നു. ഇങ്ങനെ വന്നാൽ വലുതെന്ന് ചെറുത് കുറക്കാം. അപ്പൊ എന്താ? 5ന്ന് 3 കുറച്ചിട്ട് വലുതിന്റെ സൈൻ ഇടാം. സോ -2 എന്ന് കിട്ടും. ക്ലിയർ? സോ ഇങ്ങനെ ഓർത്തിരിക്കാം. വേറെ നോക്കാം. ഇപ്പൊ എന്താ? -3 + 6 ഇതെന്താ ചെയ്യുക? വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ സൈൻ. സോ എന്താ? 6ന്ന് 3 കുറച്ചിട്ട് വലുതിന്റെ സൈൻ. സോ
3 തന്നെ കിട്ടും, +3 തന്നെ കിട്ടും. ക്ലിയർ? അത് ഓക്കെ അല്ലേ? ഇനി സബ്ട്രാക്ഷൻ ആണ്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ആണ്. ഡിഫറെൻറ്റ് സൈൻ വന്നാലുള്ള റൂളാണ് ഇവിടെ പറയുന്നത്. എങ്ങനെയാ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 2 + -3 ഇങ്ങനെ വന്നാൽ വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ -1 എന്ന് കിട്ടും. ക്ലിയർ? ഇനി ഇതുപോലെ വന്നാലോ 2 - -3 എന്ന് വന്നാൽ ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യാം? 2 മൈനസ് അടുപ്പിച്ച് വന്നാൽ അടുത്തടുത്ത് വന്നാൽ നമ്മൾ അതിനെ പ്ലസ് ആക്കി മാറ്റും. 2 + 3 എന്ന് എഴുതും. സോ എന്താ? ഇങ്ങനെ പ്ലസ് ആയി മാറും. അതും ഓർത്തിരിക്കുക. അടുത്തതിന് മൾട്ടിപ്ലിക്കേഷൻ നോക്കിയാൽ നോക്കിയേ 2 പ്ലസിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കറിയാം എന്താ? അത് പ്ലസ് തന്നെയാണ് കിട്ടുക. അതായത് 2 × 3 എന്ന് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 6 ആണ് കിട്ടുക. പ്ലസ് തന്നെ അല്ലേ? അടുത്തത് മൈനസും ചെയ്താൽ -2 × -3 എന്ന് ചെയ്താൽ രണ്ടും ഒരേ സൈൻ വന്നാൽ അതും എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. -2 × -3 വന്നാൽ അതും +6 തന്നെ. ഇനി ഡിഫറൻറ്റ് സൈൻ വന്നു, -2 × 3 വന്നു, -2 × 3 വന്നു. അങ്ങനെ വന്നാൽ എന്താണ്? -6 വരും. സോ അങ്ങനെ വന്നാൽ ഡിഫറൻറ്റ് സൈൻ വന്നാൽ മൈനസ് വരും. ഇനി ഡിവിഷൻ നോക്കിയാലോ? നമുക്കറിയാം ഒരേ നമ്പർ, അതായത് ഇപ്പോൾ എന്താ 6/3 രണ്ടും പ്ലസ് ആണ്. സോ എന്താ? 2 ആണ് കിട്ടുക, അതും പ്ലസ് ആണ് കിട്ടുക. ഡിഫറൻറ്റ് സൈൻ, അതായത് ഇതും സെയിം സൈൻ ആണ്, അതായത് -6/-3 ഇങ്ങനെ വന്നാൽ എന്താ? ഈ മൈനസും ക്യാൻസൽ ആവും. സോ എന്താ? അതും 2 ആണ് കിട്ടുക, സെയിം സൈൻ എന്താ? പ്ലസ് തന്നെയാണ് കിട്ടുക. അടുത്ത ഡിഫറൻറ്റ് സൈൻ വന്നു, ഇപ്പം എന്താ? 6/-3 ഇങ്ങനെ വന്നാൽ നമുക്ക് എന്താ കിട്ടും? -2 ആണ് കിട്ടുക. ക്ലിയർ? ഇനി സെയിം ആണ് തിരിച്ച് -6/3 വന്നാലും നമുക്ക് എന്ത് കിട്ടും? -2 തന്നെയാണ് കിട്ടുക. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത ഡിവിസിബിലിറ്റി റൂളാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് ഡിവിസിബിലിറ്റി റൂൾ. നമുക്ക് 1 കൊണ്ട് എല്ലാ നമ്പേഴ്സിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും നമുക്കറിയാം. 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? അത് ഇൻഫിനിറ്റി ആയി കിട്ടും. സോ 2 കൊണ്ട്, 2ന്റെ റൂൾ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്, അതായത് 2 എന്ന് പറഞ്ഞാൽ എന്താ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ എന്തായിരിക്കും? അത് ഈവൻ നമ്പർ ആയിരിക്കും. അപ്പോൾ ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ലാസ്റ്റ് ചിലപ്പോൾ 0 ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഈവൻ ഡിജിറ്റ് ആവാം. ഓക്കെ, അതായത് ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ. അപ്പം അങ്ങനെയുള്ള എല്ലാ നമ്പേഴ്സിനെയും നമുക്ക് എന്താ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടുപിടിക്കുന്നത്? നമുക്ക് ഈവൻ നമ്പേഴ്സിനെ കണ്ടാൽ തന്നെ അറിയാം. സോ ഒരു നമ്പറിൻ്റെ എൻഡിൽ 0 വരാം, അല്ലെങ്കിൽ എന്താ 2, 4 ഇതുപോലത്തെ ഈവൻ നമ്പേഴ്സ് വരാം. അതിനാണ് നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഇനി 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ ആ നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത്, എക്സാമ്പിൾ നോക്കിയാൽ 1, 2, 3 ഇതിൻ്റെ സം എന്താണ്? 6 ആണ്. അപ്പോൾ ഇപ്പോൾ എന്താ 123നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ആ നമ്പേഴ്സിനെ നമ്മൾ ആഡ് ചെയ്യും. ഓരോ ഡിജിറ്റിനെയും നമ്മൾ ആഡ് ചെയ്യും. 1 + 2 + 3 ചെയ്താൽ നമുക്ക് 6 കിട്ടും. അങ്ങനെ കിട്ടിയിട്ട് ഉള്ള വാല്യൂ, അതായത് സമ്മിനെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ആ ഫുൾ വാല്യൂവിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് 6 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇതിനെയും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനി 4ന്റെ ആണെങ്കിലോ? 4ന്റെ ആണെങ്കിൽ ലാസ്റ്റ് 2 നമ്പർ, എക്സാമ്പിൾ ഇപ്പോൾ എന്താ 1, 1, 2 എന്താ 4, 2, 4, 0. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് 2 നമ്പർ നോക്കാം. ലാസ്റ്റ് 2 നമ്പർ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ലാസ്റ്റ് 2 നമ്പർ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 40 എന്ന നമ്പർ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റ് നമ്പറും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി 5 കൊണ്ട്, 5ന്റെ ആണെങ്കിലോ? ലാസ്റ്റ് 0 വരാം, 5 വരാം. ഇനി 6ന്റെ ആണെങ്കിലോ? 6ന്റെ ആണെങ്കിൽ നമ്മൾ ഈ 2ന്റെ റൂളും 3ന്റെ റൂളും 2 സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 6ന്റെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി 7ന്റെ ആണെങ്കിലോ? 7ന്റെ ആണെങ്കിൽ 7ന്റെ ഞാനൊരു എക്സാമ്പിളിൽ പറയാം. 179, അതായത് 1792. ഈ നമ്പർ 7ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് എന്ന് അറിയുന്നത് എങ്ങനെയാണ്? അതായത് നമ്മൾ എന്ത് ചെയ്യാം? ഒരു പ്ലേസ് മാറ്റി ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഇവിടെ 2 അല്ലേ? ആ 2ന്റെ നേരെ ഇരട്ടി എടുക്കുക, 4, എന്നിട്ട് മൈനസ് ചെയ്യുക. അപ്പം എന്ത് കിട്ടും? 5, 7, 1. അപ്പോൾ ഈ കിട്ടുന്ന നമ്പർ 7ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണോ നോക്കുക. ഇതിപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും ഒരു പ്ലേസ് മാറ്റി ഒരു പ്ലേസിൽ മാറ്റാം. എന്നിട്ടോ അപ്പോൾ 5 കിട്ടി. അപ്പോൾ 5ന്റെ ഇരട്ടി 10. സോ മൈനസ് ചെയ്താൽ 7 കിട്ടി. ഇത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. പറ്റുന്നുണ്ട്. അപ്പോൾ എന്താ? ഈ കംപ്ലീറ്റ് നമ്പറും 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ക്ലിയർ അല്ലേ? വേണമെങ്കിൽ ഒരു എക്സാമ്പിളും കൂടി ചെയ്യാം. 7ന്റെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത്. എക്സാമ്പിൾ 6, 7, 4, 1.
അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു പ്ലേസ് മാറ്റുക, 1 അതിൻ്റെ ഇരട്ടി എടുക്കുക, 2 മൈനസ് ചെയ്യുക, 2 7 6. ഇത് നമുക്ക് 7ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണോ എന്ന് അറിയില്ല. സോ നമ്മൾ ഒന്നുകൂടെ അത് സെയിം റിപ്പീറ്റ് ചെയ്യുക. 4 കിട്ടി, എത്ര കിട്ടും? 63 കിട്ടും. പറയാം 63 എന്ന് പറയുന്നത് 7ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ ഈ കംപ്ലീറ്റ് വാല്യൂ എന്ന് പറയുന്നത് 7നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത്രയും ക്ലിയർ അല്ലേ? ഇനി 8ൻ്റെ ആണെങ്കിലോ, 8ൻ്റെ ആണെങ്കിൽ നമുക്ക് സിമ്പിൾ ആണ്. എന്താ, ലാസ്റ്റത്തെ 3 വാല്യൂ നോക്കിയാൽ മതി. ലാസ്റ്റത്തെ 3 വാല്യൂ നോക്കുക. അപ്പോൾ എക്സാമ്പിൾ നോക്കിയാൽ ഇപ്പം എന്താ 3 6 1 6. അപ്പോൾ ഈ ലാസ്റ്റ് 3 നമ്പർ മാത്രം നോക്കുക. ഈ ലാസ്റ്റ് 3 നമ്പർ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്താണ്, ഈ കംപ്ലീറ്റ് നമ്പറിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ? അടുത്തത് 9ൻ്റെ നമ്പർ. 9ൻ്റെ ആണെങ്കിൽ 9ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ സം എന്ന് പറയുന്നത് 9ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. എക്സാമ്പിൾ എന്താ, ഇപ്പോൾ 4 1 0 4. ഇതിൻ്റെ സം എത്രയാണ്? 4 1 5 5 4 9. അപ്പോൾ 9ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ എന്താ, ഈ കംപ്ലീറ്റ് നമ്പറിനെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ? അല്ലെങ്കിൽ വേറൊരു വഴിയുണ്ട്. ഒരു എക്സാമ്പിൾ ആയ 10989. ക്ലിയർ? നമ്മൾ എന്ത് ചെയ്യുക, 9 വരുമ്പോഴൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം. അതായത് ഇവിടെ 9 വന്നു കട്ട് ചെയ്യാം, ഇവിടെ 9 വന്നു കട്ട് ചെയ്യാം, 8 1 9 വന്നു അതും കട്ട് ചെയ്യാം. സോ എന്താ, അങ്ങനെ കംപ്ലീറ്റ് പറ്റുന്നുണ്ടെങ്കിൽ 9 വരുമ്പോഴൊക്കെ കട്ട് ചെയ്യാം. അങ്ങനെ കംപ്ലീറ്റ് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് 9ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ഈ 2 മെത്തേഡാണുള്ളത്. ഇനിയോ 11ൻ്റെ ആണെങ്കിൽ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. എന്ത് ചെയ്യാം, നമ്മളിപ്പോൾ എടുത്ത് തന്നെ എടുക്കാം. 10989. ക്ലിയർ? ഇങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യാം, ഓഡ് നമ്പറൊക്കെ ആഡ് ചെയ്യുക, ഈവൻ നമ്പർ ആഡ് ചെയ്യുക, എന്നിട്ട് മൈനസ് ചെയ്യാം. ഓക്കെ? അപ്പോൾ ഇത് നോക്കിയേ, 9 9 18. 9 9 18 1 19. പിന്നെന്താ, ഈവൻ നമ്പർ ആഡ് ചെയ്താൽ 18, അത് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 11 കിട്ടും. അങ്ങനെ 0 വരാം, അല്ലെങ്കിൽ 11ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ വന്നാൽ അത് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനിയോ ഡിവിസിബിലിറ്റി ബൈ 12. 12ൻ്റെ ആണെങ്കിൽ നമ്മൾ 3ൻ്റെയും 4ൻ്റെയും റൂള് ഓക്കെ ആയിരിക്കണം. ക്ലിയർ? അപ്പം ഇങ്ങനെയാണ് ഡിവിസിബിലിറ്റി ചെയ്യുന്നത്. അടുത്ത നോക്കിയാൽ എന്താ, കോപ്രൈം നമ്പർ. കോപ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു 2 നമ്പർ കോപ്രൈം ആണെങ്കിൽ എന്താ, അത് തമ്മിലുള്ള ഫാക്ടർ എന്ന് പറയുന്നത് 1 മാത്രമായിരിക്കും. ഇപ്പം നോക്കിയാൽ 4ഉം 9ഉം ഇത് തമ്മിൽ കോമൺ ആയിട്ട് ഒന്നുമില്ല, 1 മാത്രമേ ഉള്ളൂ, 1ൻ്റെ മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള നമ്പേഴ്സിന് നമ്മൾ എന്ത് പറയും? കോപ്രൈം എന്ന് പറയും. അടുത്ത് നോക്കിയേ, 5ഉം 7ഉം. 5ഉം 7ഉം തമ്മിൽ ബന്ധമൊന്നുമില്ലല്ലോ, ഒരു 1 എന്ന നമ്പറിൻ്റെ ബന്ധം മാത്രമേ ഉള്ളൂ. അതായത് ഇതിനെയും 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇതിനെയും 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ? അതുപോലെ 2 6 ഇത് കോപ്രൈം ആണോ? അല്ല. കാരണം എന്താ, ഇത് നമ്മൾ 1 ഉണ്ട്, അതുപോലെ 2 ഉണ്ട് ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട്. സോ ഇത് കോപ്രൈം അല്ല. അപ്പോൾ കോപ്രൈം ആവണമെങ്കിൽ എന്താ, കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 1 ആയിരിക്കണം, 1 മാത്രമായിരിക്കണം. ഇനിയോ ട്വിൻ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ, 2 പ്രൈം നമ്പറിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആയിരിക്കണം. അടുത്തടുത്തുള്ള 2 പ്രൈം നമ്പർ, അതായത് 5ഉം 7ഉം പ്രൈം നമ്പർ എന്താ, ഡിഫറൻസ് 2 ആണ്. 11ഉം 13ഉം ഡിഫറൻസ് 2 ആണ്. അപ്പോൾ ഇതിനെയാണ് ട്വിൻ പ്രൈം നമ്പർ എന്ന് പറയുന്നത്. ക്ലിയർ? അടുത്ത നമ്മൾ ബോർഡ് മാസ് ആണ്, എല്ലാവർക്കും അറിയുന്നതാണ് ബോർഡ് മാസ്. അപ്പോൾ ബ്രാക്കറ്റ്, ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ. ക്ലിയർ? ഇത് നമ്മൾ വി ബോർഡ് മാസ് എന്നും പറയും, അതായത് വിൻകുലം. അതെന്താ, ഇതുപോലുള്ള ബാർ വന്നാൽ എക്സാമ്പിൾ എന്താ, ഇപ്പോൾ എന്താ 7 × 4 ഇതുപോലുള്ള, അല്ലെങ്കിൽ ഈ എക്സാമ്പിൾ ഉണ്ടോ, ഇങ്ങനെ വന്നാൽ ഇതിനെ വിൻകുലം എന്ന് പറയും. അതിനെ ബ്രാക്കറ്റായി നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ? അപ്പോൾ അങ്ങനെ വന്നാൽ എന്താ, അത് ആദ്യം ചെയ്യാം. ക്ലിയർ? അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ഓർഡറിലാണ്, ഇത് ഏത് ഓർഡറിലാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യേണ്ടതെന്നാണ് ബോർഡ് മാസ് റൂൾ കൊണ്ട് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ബ്രാക്കറ്റ് നോക്കിയാൽ നമ്മൾ വിൻകുലത്തിനെ ബ്രാക്കറ്റായി കൺസിഡർ ചെയ്യാം. അതായത് ലൈൻ ബ്രാക്കറ്റാണ് വിൻകുലം. അതുപോലെ എന്താ, സ്മോൾ ബ്രാക്കറ്റ് ഉണ്ട്, ഇത് ലൈൻ ബ്രാക്കറ്റ് ആണ്. സ്മോൾ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ബ്രാക്കറ്റ് ഉണ്ട്, പിന്നെന്താ മിഡിൽ ബ്രാക്കറ്റ് ഉണ്ട്, ഇതുപോലത്തെ ബ്രാക്കറ്റ് നമുക്കുണ്ട്. അതുപോലെ പിന്നെന്താ ബിഗ് ബ്രാക്കറ്റ് ഉണ്ട്, ഇതുപോലുള്ള ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ബ്രാക്കറ്റിൽ പെടുന്നതാണ്. ഇവിടെ നോക്കിയേ, ഇവിടെ നോക്കിയാൽ ഇതെന്താണ്, ഇതെന്ന് പറയുന്നത് ലൈൻ ബ്രാക്കറ്റ് അല്ലെങ്കിൽ വിൻകുലം. അടുത്തോ ഇത് സ്മോൾ ബ്രാക്കറ്റ് ആണ്.
പിന്നത്തെ അതാ ഇത് മിഡിൽ ബ്രാക്കറ്റ് ആണ്, ബിഗ് ബ്രാക്കറ്റ് ആണ്. ക്ലിയർ? അപ്പോൾ ഇതാണ് ബോർഡ് മാസ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, വിങ്കുലം അല്ലെങ്കിൽ ലൈൻ ബ്രാക്കറ്റ് ആദ്യം ചെയ്യാം. വിങ്കുലം ചെയ്താൽ 7 × 4 കിട്ടും. ക്ലിയർ? പിന്നെന്താ, നമ്മൾ ഈ ബ്രാക്കറ്റിനകത്തുള്ള വാല്യൂ ആണ് ആദ്യം ചെയ്യേണ്ടത്. ഈ ബ്രാക്കറ്റിനകത്തുള്ള ഓപ്പറേഷൻ ആദ്യം ചെയ്യാം. അപ്പം അതിൽ തന്നെ എന്താ വിങ്കുലം ആദ്യം ചെയ്യാം. പിന്നെന്താ അത് കഴിഞ്ഞിട്ട് എന്താ ഡിവിഷൻ ചെയ്യണം. ഇപ്പം എന്ത് കിട്ടി, ബ്രാക്കറ്റിനകത്ത് ഇതാണ് കിട്ടിയിട്ടുള്ളത്. ഇനിയോ 112നെ 28 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം ഇത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 4 കിട്ടും. ക്ലിയർ? അപ്പം ഇതൊക്കെ ബ്രാക്കറ്റിലാണ്, 4 കിട്ടും. എന്നിട്ടോ 25 - 4 ചെയ്യുക. സോ എന്ത് കിട്ടും, 21 കിട്ടും. അപ്പോൾ ഈ കംപ്ലീറ്റ് ബ്രാക്കറ്റ് നമ്മൾ എന്ത് മാറ്റി, കംപ്ലീറ്റ് ബ്രാക്കറ്റ് മാറ്റുമ്പോൾ നമുക്ക് എന്താ 21 കിട്ടി. ക്ലിയർ? അപ്പോൾ ഫസ്റ്റത്തെ സ്മോൾ ബ്രാക്കറ്റ് നമ്മൾ ചെയ്തു. ഇനിയോ മിഡിൽ ബ്രാക്കറ്റ് ഇതാ ഇവിടെ കണ്ടോ, 37 - 21 ഉള്ളത്. അപ്പോൾ 37 - 21 നമുക്ക് എന്ത് കിട്ടും, 16 കിട്ടും. അപ്പോൾ ഇതും കൂടെ ചെയ്യുമ്പോൾ നമുക്കിവിടെ 16 കിട്ടും. ക്ലിയർ? ഇനി നമ്മുടെ ബിഗ് ബ്രാക്കറ്റ് ചെയ്യാം. അതായത് 40 - 16 ചെയ്യാം. ക്ലിയർ? അപ്പോൾ എന്ത് കിട്ടും, 24 കിട്ടും. പിന്നെന്താ 144/24 ചെയ്യാം. സോ 6 കിട്ടും. ക്ലിയർ? അപ്പം ഇങ്ങനെയാണ് ചെയ്യുക. ഈ ഓർഡറിൽ നമ്മൾ നോക്കിയിട്ട് ചെയ്യാം. ക്ലിയർ? ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ യൂണിറ്റ് പ്ലേസ് കണ്ടുപിടിക്കാൻ ഇപ്പോൾ 0, 1, 5, 6 ഇതിൻ്റെയൊക്കെ പവർ എന്ത് തന്നെ ആയാലും, അതായത് നമുക്ക് എന്താ 10⁻10 വന്നാലും 10⁻11 വന്നാലും എന്ത് വന്നാലും എന്താണ്, അതായത് ലാസ്റ്റ് 0 വന്നിട്ട് അതിൻ്റെ പവർ എന്ത് വന്നാലും യൂണിറ്റ് പ്ലേസിൽ എന്തായിരിക്കും, 0 തന്നെ ആയിരിക്കും. ഇനി 1 അതായത് 11 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ 11 × 11. ഓക്കെ, 11 ക്യൂബ് 11 × 11 × 11. അങ്ങനെ 1ൻ്റെ എന്ത് പവർ വന്നാലും എന്തായിരിക്കും, 1 തന്നെ ആയിരിക്കും അതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ. അതുപോലെ 5ൻ്റെ എന്ത് വന്നാലും 5 തന്നെ ആയിരിക്കും. 6ൻ്റെ എന്ത് വന്നാലും 6ൻ്റെ പവർ എന്ത് തന്നെ ആയാലും 6 തന്നെ ആയിരിക്കും. അപ്പം അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ 4ൻ്റെ നോക്കിയാൽ നമ്മൾ 2 കാര്യം മനസ്സിലാക്കണം. 4ൻ്റെ പവർ ഓഡ് നമ്പർ ആണെങ്കിൽ 4 ആയിരിക്കും, ഈവൻ നമ്പർ ആണെങ്കിൽ 6 ആയിരിക്കും. ക്ലിയർ? അതാണ് നമ്മൾ 4ൻ്റെ കാര്യം മനസ്സിലാക്കേണ്ടത്. അതായത് 4ൻ്റെ പവർ 1 4 ആണ്. 4 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, 6 ആണ്, 16 ആണ്. അപ്പോൾ 6 കിട്ടിയില്ലേ. 4 ക്യൂബ് എന്ന് പറയുന്നത് എന്താ, നമുക്ക് 64 ആണ്. അപ്പോൾ 4 കിട്ടിയില്ലേ. അതായത് 4ൻ്റെ പവർ 1 ആണെങ്കിൽ 4 ആണ്, അതായത് ഓഡ് നമ്പർ ആണെങ്കിൽ 4 ആണ്, ഈവൻ നമ്പർ ആണെങ്കിൽ 6 ആണ്. അതേപോലെ തന്നെ സെയിം ആണ് നമ്മുടെ 9ൻ്റെ പവർ ഓഡ് ആണെങ്കിൽ എന്താണ് 9 ആണ്, ഈവൻ ആണെങ്കിൽ 1 ആണ്. ആ കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി ബാക്കി എന്താ ഉള്ളത്, ബാക്കിയുള്ളത് 2, 3, 7, 8. ക്ലിയർ? ഇത്രയും നമ്പർ 2, 3, 7, 8 എന്ന് പറഞ്ഞാൽ ഇത് 4 നമ്പർ കൂടുമ്പോൾ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ എന്താ സൈക്കിള്, അതായത് ആദ്യം ഒരു 4 നമ്പർ, അതായത് 2⁻1 എന്ന് പറയുന്നത് എന്താണ് 2 ആണ്. ഇനി 2 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് 4 ആണ്. 2 ക്യൂബ് എന്ന് പറയുന്നത് എന്താണ് 8 ആണ്. 2⁻4 എന്ന് പറയുന്നത് എന്താണ് 16. 2⁻5 എന്ന് പറയുന്നത് 32. 2⁻6 എന്ന് പറയുന്നത് എന്താണ് 64. ഓക്കെ, 2, 4, 8, 6. പിന്നെന്താ 2, 4, 8, 6. അങ്ങനെ 4 വാല്യൂ മാറുമ്പോൾ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. പവർ 4 മാറുമ്പോൾ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് റിപ്പീറ്റ് ആകുന്നത്. 2, 4, 8, 6 റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. സൈക്ലിസിറ്റി 4 ആണ്. 4 വാല്യൂ കഴിയുമ്പോൾ റിപ്പീറ്റ് ആവും. അടുത്തെന്താ 3ൻ്റെയും സെയിം ആണ്. 3⁻1 എന്ന് പറയുമ്പോൾ 3 ആണ്. 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 ആണ്. 3⁻3 എന്ന് പറയുമ്പോൾ 7 ആണ്. അടുത്തത് 1 ആണ്. അപ്പം അങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇനി 7ൻ്റെതും അതേപോലെ തന്നെയാണ്, റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. 8ൻ്റെ അതുപോലെ തന്നെയാണ്, റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഈ വാല്യൂ നിങ്ങൾ കാണാണ്ട് പഠിക്കണമെന്നില്ല. 2, 3, 7, 8 ഈ നമ്പേഴ്സിൻ്റെ സൈക്ലിസിറ്റി എന്ന് പറയുന്നത് 4 ആണ്. സൈക്ലിസിറ്റി എന്ന് പറഞ്ഞാൽ 4 നമ്പർ കഴിയുമ്പോൾ അത് യൂണിറ്റ് പ്ലേസ് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാം. നമ്മളെന്താ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓൾറെഡി ക്ലാസ്സിൽ നമ്മൾ പഠിച്ചാണ്. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ ഫാക്ടേഴ്സ്. അപ്പോൾ ഫാക്ടേഴ്സ് എന്താണ്, നമ്മൾ ഒരു നമ്പറിൻ്റെ ഫാക്ടർ എന്തൊക്കെയാണ്, അതായത് നമ്മളിപ്പം 6 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത് 1, 2, 3, 6 ഇതൊക്കെയാണ് ഇതിൻ്റെ ഫാക്ടർ. ഓക്കെ, അതായത് ആ നമ്പറിനെ കറക്റ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്, അതായത് റിമൈൻഡർ ഡിവൈഡ് ചെയ്യുമ്പോൾ
റിമൈൻഡർ 0 വരുന്ന നമ്പേഴ്സിനാണ് നമ്മൾ ഇതിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ 6ന്റെ ഫാക്ടേഴ്സ് ഇതൊക്കെയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ അതുപോലെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരു നമ്പറിനെ അതിന്റെ പ്രൈം നമ്പറിന്റെ രൂപത്തിൽ ഫാക്ടേഴ്സ് പ്രൈം നമ്പറിന്റെ രൂപത്തിൽ എഴുതുന്നതിനാണ് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയാം. ഒരു എക്സാമ്പിൾ നോക്കാം. 24 നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ പ്രൈം നമ്പറിന്റെ രൂപത്തിൽ മാറ്റാം. അതായത് നമ്മൾ സാധാരണ ഇങ്ങനെ ചെയ്യാം. എന്താ? ആദ്യം നമ്മൾ പ്രൈം നമ്പർ 2 ചെയ്യും. 2 കൊണ്ട് ചെയ്യുമ്പോൾ 12 കിട്ടും. പിന്നെന്താ? 2 കൊണ്ട് ചെയ്യുമ്പോൾ 6 കിട്ടും. 2 കൊണ്ട് ചെയ്യുമ്പോൾ 3 കിട്ടും. സോ ഇത്രയും കിട്ടില്ലേ? 2⁻3 3 ആണുള്ളത് ഇൻറ്റു 3. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പ്രൈം നമ്പറിന്റെ രൂപത്തിൽ മാറ്റി. അതായത് 2 പ്രൈം ആണ് 3 പ്രൈം ആണ്. പ്രൈം നമ്പറിന്റെ രൂപത്തിൽ മാറ്റി. അപ്പോൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയാം. ഇതുപോലെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 24 എന്ന് പറയുന്നത് നമുക്കറിയാം 8 × 3 ആണെന്നറിയാം. 8 × 8 എന്ന് പറഞ്ഞാൽ എന്താണ്? 2³ എന്നറിയാം ഇൻറ്റു 3. ക്ലിയർ? അപ്പം ഇങ്ങനെ നമുക്ക് പ്രൈം നമ്പറിന്റെ രൂപത്തിലേക്ക് മാറ്റാം. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇതാണ് പ്രൈം ഫാക്ടറൈസേഷൻ. അടുത്തത് നമ്പർ ഓഫ് പ്രൈം ഫാക്ടേഴ്സ്. അതായത് എന്താ? ടോട്ടൽ കൗണ്ട് ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ഇൻ ദ, അതായത് എന്താ? ഇപ്പോൾ എന്താ? 24 വന്നു. അപ്പോൾ നമുക്ക് എന്താ വരിക? 2³ ഇൻറ്റു 3⁻1. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പ്രൈം ഫാക്ടേഴ്സ് എത്രയാണ്? ഇവിടെ 3 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. സോ നമ്പർ ഓഫ് പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 4 ആണ്. നമ്പർ ഓഫ് പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 4 ആണ്. ടോട്ടൽ എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. ക്ലിയർ? 3ഉം 1ഉം 4. ആ കാര്യം ഓർത്തിരിക്കാം. ഇനി നമ്പർ ഓഫ് ഫാക്ടേഴ്സ്, നേരത്തെ പ്രൈം ഫാക്ടേഴ്സ് ആണ്. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് അതെങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിക്കോ. അതായത് എക്സാമ്പിൾ നമുക്ക് 24 തന്നെ എടുക്കാം. 24. അപ്പോൾ ഇതിൻ്റെ ഫാക്ടേഴ്സ് നമ്മൾ നോക്കിയാൽ നമുക്കറിയാം 1 2 3 4 6 8 12 24. ടോട്ടൽ എത്രയാ? 8 ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വലിയ വലിയ നമ്പറൊക്കെ തരുമ്പോൾ നമുക്ക് ഇതുപോലെ എണ്ണിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ഇതിനെ നമ്മൾ 24നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തില്ല 2³ ഇൻറ്റു 3⁻1. ഇനി നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യാം? ഇതിൻ്റെ പവർ എത്രയാണ്? ആദ്യം 2 ആണ്. അതിൻ്റെ പവർ എത്രയാണ്? 3. അതിൻ്റെ കൂടെ 1 കൂട്ടുക ഇൻറ്റു രണ്ടാമത്തെ ഫാക്ടർ ഏതാ? 3. അതിൻ്റെ പവർ എന്താ? 1. അതിൻ്റെ കൂടെ 1 കൂട്ടുക. അങ്ങനെ പവറിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ 1 കൂട്ടുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം എന്ത് കിട്ടും? 4 × 2 8 ആണ് ടോട്ടൽ ഫാക്ടേഴ്സ്. കണ്ടോ? ഇവിടെ കണ്ടോ? 8 കിട്ടിയില്ലേ? 8 കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. പവറിൻ്റെ കൂടെ 1 കൂട്ടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അടുത്തത് നമ്പർ ഓഫ് ഈവൻ ഫാക്ടേഴ്സ്. ഈ നോക്കിയില്ലേ, ഇതിൽ എത്ര ഈവൻ ഫാക്ടേഴ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, 2 1 2 3 4 5 6. ഇവിടെ നോക്കിയാൽ നമുക്ക് 6 ഈവൻ ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. ടോട്ടൽ 6 ഈവൻ ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. അപ്പം അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ നമ്മൾ ഇവിടെ നോക്കിയേ, ഇതാണ് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ. അതിൽ ഈവൻ പ്രൈം ആയിട്ട് വരുന്നത് ഏതാ? 2 മാത്രമാണ്. അപ്പോൾ ഈ 2ൻ്റെ പവറിൻ്റെ കൂടെ നമ്മൾ 1 ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ 2ൻ്റെ പവറിൻ്റെ കൂടെ അതേപോലെ എഴുതാം. നമ്മളിവിടെ 1 ആഡ് ചെയ്തു, ഇവിടെ നമ്മൾ 1 ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അതേപോലെ എഴുതാം. ഇൻറ്റു ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും കൂടെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ 1 ആഡ് ചെയ്യാം. സോ അടുത്ത പവർ എന്താണ്? 1 ആണ്. സോ 1 + 1. ഇനി ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 5⁻2 ഉണ്ടെന്ന് വിചാരിക്കാം. സപ്പോസ് 5⁻2 ഉണ്ടെങ്കിൽ നമ്മൾ അതും ഇവിടെ ചെയ്യാം, 2 + 1 ചെയ്യാം. ഓക്കെ, ഇവിടെ 24 ആയതുകൊണ്ടില്ല. അപ്പോൾ അങ്ങനെ വരുന്നതൊക്കെ ചെയ്യാം. 2ൻ്റെ പവറിൻ്റെ കൂടെ മാത്രം നമ്മൾ 1 ആഡ് ചെയ്യേണ്ട ഈവൻ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? 2 × 3 6 കിട്ടും. അപ്പോൾ ഈവൻ ഫാക്ടർ എന്ന് പറയുന്നത് 6 ആണ്. ക്ലിയർ? ഇനി ഓഡ് ഫാക്ടർ കണ്ടുപിടിക്കും. അടുത്തത് ഓഡ് ഫാക്ടർ, നമ്പർ ഓഫ് ഓഡ് ഫാക്ടർ കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് ഓഡ് ഫാക്ടർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഇഗ്നോർ ചെയ്യാം. എന്താ? 2നെ ഇഗ്നോർ ചെയ്യാം. 2ൻ്റെ പവർ ഇഗ്നോർ ചെയ്യാം. സോ ഇവിടെ 2ൻ്റെ പവർ എന്താണ്? 3. അത് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഓഡ് ഫാക്ടർ കണ്ടുപിടിക്കാൻ 2ൻ്റെ പവർ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള എടുക്കാം. ബാക്കി എന്താ? 1 മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യാം. സോ 2 ആണ് ഓഡ് ഫാക്ടർ. അത്രയും കിട്ടിയില്ലേ? അടുത്തത് സം ഓഫ് ഫാക്ടർ. നമ്മളിപ്പോൾ കുറച്ച് ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചു. ഇനി ആ ഫാക്ടേഴ്സിൻ്റെ സമ്മാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ സമ്മ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ 24 തന്നെയാണ്. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തു. എന്ത് കിട്ടി?
2 ക്യൂബ് ഇൻറ്റു 3^1. ഇനി സം ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ 2 ക്യൂബ് അല്ലേ, അപ്പോൾ നമ്മൾ 2^0 പ്ലസ് 2^1 പ്ലസ് 2^2 പ്ലസ് 2^3. അപ്പോൾ ഇങ്ങനെ എഴുതാം. 2 ക്യൂബ് ആയതുകൊണ്ട് 2^3 വരെ നമ്മൾ ഇങ്ങനെ എഴുതാം. ഇൻറ്റു അടുത്ത് 3^1. അപ്പോൾ അതും അതേപോലെ എഴുതാം. 3^0 പ്ലസ് 3^1. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. എന്താണ് 2^0 1 കിട്ടും, പ്ലസ് 2 കിട്ടും, പ്ലസ് 4 പ്ലസ് 8. ക്ലിയർ? ഇത്രയും കിട്ടും. ഇൻറ്റു 1 പ്ലസ് എത്രയാ 3 4 കിട്ടി. ഇത്രയും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ ആയി. എത്രയാ 10 15 ഇൻറ്റു 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 60. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സം ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. അത്രയും ക്ലിയർ അല്ലേ? ഇനി സം ഓഫ് ഈവൻ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. ഈവൻ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഈവൻ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചതിൽ 2^0 മാത്രം നമ്മൾ എടുക്കാണ്ടിരുന്നാൽ മതി, ഇഗ്നോർ ചെയ്താൽ മതി. 2^0 മാത്രം നമ്മൾ ഇഗ്നോർ ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഇവിടെ നോക്കാം. നമ്മളിവിടെ എടുത്തതിൽ 2^0 മാത്രം ഇഗ്നോർ ചെയ്യാം. അതായത് സം ഓഫ് ഈവൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ ഇഗ്നോർ 2^0. ബാക്കിയുള്ളത് എല്ലാം എടുക്കാം. അതായത് 2^0 വെച്ചിട്ട് ബാക്കിയുള്ള വാല്യൂ എടുക്കാം. അപ്പോൾ എന്താ 2 പ്ലസ് 4 പ്ലസ് 8 ഓക്കെ ഇൻറ്റു ബാക്കിയുള്ള വാല്യൂ 1 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 4. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ 14 ഇൻറ്റു 4 അല്ലേ? 14 ഇൻറ്റു 4 56. അപ്പോൾ എന്താ സം ഓഫ് ഈവൻ ഫാക്ടർ കണ്ടുപിടിക്കുമ്പോൾ എന്താ 2^0 ഒഴിവാക്കുക, ബാക്കിയുള്ള വാല്യൂസ് എടുക്കുക. അടുത്ത എന്താണ് ഓഡ് ഫാക്ടർ. സം ഓഫ് ഓഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ ഇഗ്നോർ 2ന്റെ പവറൊക്കെ ഒഴിവാക്കാം. 2ന്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ബാക്കിയുള്ള വാല്യൂവിൻ്റെ മാത്രം എടുക്കാം. എന്താ ബാക്കിയുള്ള വാല്യൂ എന്താണ് 3^0 പ്ലസ് 3^1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ നോക്കിയേ, ടോട്ടൽ സമ്മ് 60 കിട്ടി. ഈവൻ നമ്പറിൻ്റെ സമ്മ് മാത്രം 56, ഇത് 4 കിട്ടി. ഇത് രണ്ട് ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ സമ്മ് കിട്ടുമല്ലോ, കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഫാക്ടേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കാം. അടുത്ത നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. നമ്മളിവിടെ 1001 എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചു വെക്കുക. 1001ൻ്റെ ഫാക്ടേഴ്സ് ആണ് 7 11 13. ഈ 1001നെ കൊണ്ട് ഏതിനെ മൾട്ടിപ്ലൈ ചെയ്താലും, ഏത് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് ഇതിൻ്റെ ഫാക്ടർ ആയിരിക്കും 7 11 13ൻ്റെ ഫാക്ടർ ആയിരിക്കും. സപ്പോസ് 1001 ഇൻറ്റു 7 എന്ന് വന്നാൽ, അതായത് 7007. ഇങ്ങനെ ഒരു നമ്പർ കണ്ടാൽ നമുക്ക് അപ്പോൾ മനസ്സിലാകണം എന്താ ഈ നമ്പർ എന്ന് പറയുന്നത് 7 11 13ൻ്റെ മൾട്ടിപ്ലൈ ആയിരിക്കണം. ഇതിൻ്റെ ഫാക്ടറാണ്, ഇതിൻ്റെ ഫാക്ടർ ആയിരിക്കും ഇത്. ഓക്കെ, അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കും 7007 എന്ന് പറയുന്നത് 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആണോ? അപ്പോൾ തന്നെ നമുക്ക് പറയാം ആണ്. കാരണം എന്താ ഇത് 1001ൻ്റെ മൾട്ടിപ്ലൈ ആയതുകൊണ്ട് ഈ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ 001 ഇൻറ്റു എക്സ്, അതായത് ഇതുപോലുള്ള ഫോമിൽ എക്സ് ഉള്ള നമ്പർ ആണെങ്കിൽ നമുക്ക് ഇതൊക്കെ അതിൻ്റെ ഫാക്ടർ ആയിരിക്കും. അടുത്തത് 0001 ഇൻറ്റു ഇപ്പോൾ 25 എന്ന് വിചാരിക്കാം. അപ്പോൾ 250 25. അപ്പോൾ ഇതുപോലത്തെ നമ്പർ വന്നാലും എന്താണ് അതും ഇതാണ് ഫാക്ടർ. 7 11 13 ആണ് ഫാക്ടർ. അതായത് 0001 ഇൻറ്റു എന്താ നമുക്ക് AB എന്ന് കൊടുക്കാം. AB എന്ന് വന്നാൽ AB 0 AB ഇതുപോലുള്ള നമ്പർ വന്നാലും എന്താണ് ഈ 3 നമ്പറും അതിൻ്റെ ഫാക്ടർ ആയിരിക്കും. അടുത്ത മൂന്നാമത്തെ നോക്കിയേ, ഇപ്പോൾ എന്താ 0001 പിന്നെന്താ 234. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും ABC ABC. ഇങ്ങനെ വരുന്ന നമ്പർ വന്നാലും ഈ 3 നമ്പറും അതിൻ്റെ ഫാക്ടർ ആയിരിക്കും. ആ കാര്യം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി, എവിടെയെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത നമ്മൾ റിക്കറിങ് നമ്പർ. ഞാൻ നേരത്തെ പറഞ്ഞു റിക്കറിങ് നമ്പർ എന്താണ്, അതായത് 0.666 ഇങ്ങനെ റിപ്പീറ്റ് ആയി പോകുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ റിക്കറിങ് നമ്പർ എന്ന് പറയാം. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം 0.6 ബാർ എന്ന് എഴുതാം. ആ റിപ്പീറ്റ് ആയി പോകുന്ന നമ്പറിന് നമുക്ക് ബാർ എന്ന് കൊടുക്കാം. അപ്പോൾ ഇതിനെ നമ്മൾ എന്താ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യുന്നതിന് ബാർ ഉള്ള നമ്പർ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ബാർ. എത്ര ബാർ ഉണ്ട്, എത്ര നമ്പറിന് മേലെ ബാർ ഉണ്ട് അത്രയും ടൈംസ് എന്താ 9 ഇട്ട് കൊടുക്കുക. ക്ലിയർ?
ഇവിടെ നമുക്ക് നോക്കാം ഇതിനെ എങ്ങനെ മാറ്റാമെന്ന് നമുക്ക് നോക്കാം. ഇതിനെ മാറ്റുന്നത് എങ്ങനെയാണ്? പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര നമ്പർ, എത്ര നമ്പറാണ് ഉള്ളത്? ഒരു നമ്പറേ ഉള്ളൂ. അപ്പോൾ ആ നമ്പർ അതേപോലെ എഴുതാം, 6 എഴുതി. ക്ലിയർ? ഇനി ഡിവൈഡ് ബൈ, ഓക്കെ, ഡിവൈഡ് ബൈ എന്താണ്, എത്ര നമ്പറിന് മേലെയാണ് ബാർ ഉള്ളത്? 9. ഒരു നമ്പറിന് മേലെ, അപ്പോൾ 9 ഇടാം. ഓക്കെ, ബാർ നമ്പർ അല്ല, അതായത് ഈ ഇക്വേഷൻ വേണ്ട നിങ്ങൾക്ക്, ഈ ഇക്വേഷൻ കൺഫ്യൂഷൻ ആവും. നിങ്ങൾ ഇത്ര ഓർത്താൽ മാത്രം മതി. എന്താണ്? പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര നമ്പർ ഉണ്ട് അത് ആദ്യം എഴുതാം. ഡിവൈഡ് ബൈ എത്ര നമ്പറിന് മേലെയാണ് ബാർ, അത്രയും ആ നമ്പർ ഇവിടെ എഴുതാം. സോ 6/9, അതായത് 2/3 ആണ് ഇതിന്റെ ഫ്രാക്ഷനിലേക്ക് മാറ്റുന്നത്. ഓക്കെ, ഇനി ഒരു ടൈപ്പും കൂടി ഉണ്ട്, അത് നമുക്ക് നോക്കാം. 0.51 ബാർ, അതായത് 0.515151. ഇതെങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത്? 5151 ഇങ്ങനെ റിപ്പീറ്റ് ആവും. അപ്പോൾ ഇതിനെ നമുക്ക് 0.51 ബാറിന് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണ്? ഇതിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ ആ വാല്യൂവിനെ ഫുൾ എഴുതാം. പോയിന്റ് കഴിഞ്ഞിട്ടുള്ള വാല്യൂ ഫുള്ള് നമുക്ക് എഴുതാം. 51 ഡിവൈഡ് ബൈ എത്ര നമ്പറിന് മേലെ ബാറുണ്ട്? 2 നമ്പറിന് മേലെ ബാറുണ്ട്. അപ്പോൾ അത്രയും ടൈംസ് 99 ഇടാം. സോ 99, 51 ഡിവൈഡ് ബൈ 99. സോ ഇതെന്ത് 3 കൊണ്ട് ചെയ്താൽ 17/33. ഓക്കെ, ഇങ്ങനെ കിട്ടും. ഇനി അടുത്തൊരു ടൈപ്പാണ് 0.43333 ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇതിന് നമുക്ക് 0.43 ബാർന്ന് ഇടാം. അതായത് 3ന്റെ മേലെ മാത്രമാണ് ബാർ. അപ്പം അങ്ങനെ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം പോയിന്റ് കഴിഞ്ഞിട്ടുള്ള വാല്യൂ അതുപോലെ എഴുതാം. പോയിന്റ് കഴിഞ്ഞിട്ടുള്ള വാല്യൂ എന്താണ്? പോയിന്റ് കഴിഞ്ഞിട്ടുള്ള വാല്യൂ നമ്മൾ അതുപോലെ എഴുതുന്നു. എന്താണ് പോയിന്റ് കഴിഞ്ഞിട്ടുള്ള വാല്യൂ? 43 മൈനസ് പോയിന്റ് ഇല്ലാത്ത വാല്യൂ ഏതാണ്? ബാർ ഇല്ലാത്ത, സോറി, പോയിന്റ് കഴിഞ്ഞിട്ടുള്ള വാല്യൂ ഫുൾ എഴുതാം 43. അത് കഴിഞ്ഞിട്ട് ബാർ ഇല്ലാത്ത വാല്യൂ ഏതാണ്? 4 മാത്രം ബാറില്ല. അപ്പോൾ അത് ഇവിടെ എഴുതാം, മൈനസ് ചെയ്യാം. നേരത്തെ നമ്മൾ മൈനസ് ചെയ്യാത്തത് ബാർ ഇല്ലാത്ത നമ്പർ ഇല്ലായിരുന്നു. ഇപ്പം നമുക്ക് 4ന് മേലെ ബാറില്ല, അപ്പോൾ അത് അതുപോലെ എഴുതാം. പിന്നെന്താ? ഡിവൈഡ് ബൈ എത്ര നമ്പറിന് മേലെ ബാറ്? ഒരു നമ്പറിന് മേലെ ബാറ്. എത്ര നമ്പറിന് മേലെ ബാറില്ല? ഒരു നമ്പറിന് മേലെ ബാറില്ല, അവിടെ 0 ഇടാം. അപ്പം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ക്ലിയർ? അപ്പം ഇങ്ങനെ ചെയ്താൽ ആൻസർ ആയി, അതായത് 39/90 കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത വേറൊരു നമ്പർ നോക്കാം. 0.4321 ബാർ, 1ന് മേലെ മാത്രം ബാർ. അപ്പം ഇങ്ങനെ വന്ന് നമ്മൾ എന്ത് ചെയ്യും? 4321 എഴുതാം. ബാർ ഇല്ലാത്ത നമ്പർ അതേപോലെ എഴുതാം, 432 അതുപോലെ എഴുതാം. ഡിവൈഡ് ബൈ എത്ര നമ്പറിന് മേലെയാണ് ബാർ? ഒരു നമ്പറിന് മേലെ ബാർ. ബാർ ഇല്ലാത്ത നമ്പർ 3 എണ്ണം. സോ ഇങ്ങനെ എഴുതാം. ഇത് ചെയ്താൽ ആൻസർ ആയി. അപ്പം ഇങ്ങനെയാണ് റിക്കറിംഗ് നമ്പറിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റുന്നത്. അടുത്ത് നമ്മൾ പഠിക്കാനുള്ള റിമൈൻഡർ തിയറാണ്. അപ്പോൾ റിമൈൻഡർ തിയറം പഠിച്ചായിരിക്കും നിങ്ങൾ. അപ്പോൾ ഈ 3 റൂളാണുള്ളത് മെയിനായിട്ട്. അതായത് അപ്പോൾ അതിന് മുന്നേ നമ്മൾ റിമൈൻഡർ എന്താണെന്ന് അറിയണം. എക്സാമ്പിൾ ഇപ്പോൾ 23 എന്ന നമ്പറിനെ നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഇവിടെ 5 കിട്ടും, 20 കിട്ടും, 3 കിട്ടും. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഓരോ വാല്യൂവിനെ നമ്മൾ ഓരോ പേരിൽ അറിയപ്പെടും. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവൈസർ. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ക്വോഷ്യന്റ്. നമ്മൾ ഈ ഏത് വാല്യൂവിനാണ് ഡിവൈഡ് ചെയ്യുന്ന ആ വാല്യൂവിനെ നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയും. ഈ കിട്ടുന്ന വാല്യൂവിനെ റിമൈൻഡർ എന്ന് പറയും. ഓക്കെ, ഇങ്ങനെയാണ് പറയാം. അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ വേറൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ്, ഓക്കെ, ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ? ക്വോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ ആണ്. അതായത് ഇവിടെ നോക്കിയാൽ 23 എന്ന് പറയുന്നത് ക്വോഷ്യന്റ് എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 ഇൻറ്റു ഡിവൈസർ എന്ന് പറഞ്ഞാൽ 4 ആണ്, പ്ലസ് റിമൈൻഡർ. സോ എന്ത് കിട്ടും? 5 ഇൻറ്റു 4 20 പ്ലസ് 3 23. സോ ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഈ കാര്യം ഓർത്തിരിക്കേണ്ടതാണ്. ഡിവിഡൻഡ് ഈക്വൽ ടു ക്വോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത നമ്മൾ എന്താ? റിമൈൻഡർ എന്ന് പറയുന്നത്, അതായത് ഒരു എക്സാമ്പിൾ നോക്കിയാൽ 5/8 ഇങ്ങനെ വന്നാൽ ഇതിൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത് ഈ സ്മോളർ വാല്യൂ തന്നെയായിരിക്കും. 5നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആ നമ്പർ എന്ന് പറയുന്നത് ആ സ്മോളർ വാല്യൂ തന്നെയായിരിക്കും. ഓക്കെ, 5/8 എന്ന് പറഞ്ഞാൽ റിമൈൻഡർ എന്ന് പറയുന്നത് ആ സ്മോളർ വാല്യൂ തന്നെയാണ്. സ്മോളർ വാല്യൂ ഡിവൈഡ് ബൈ ബിഗർ വാല്യൂ ചെയ്താൽ റിമൈൻഡർ എന്ന് പറയുന്നത് സ്മോളർ വാല്യൂ തന്നെ. അടുത്തത് ഇതുപോലെ വന്നാൽ, അതായത് a + b + c ഡിവൈഡ് ബൈ x. ഒരു എക്സാമ്പിൾ നോക്കിയാൽ 123 + 233 + 542
പ്ലസ് 325 ഡിവൈഡ് ബൈ 4. സെയിം ഇതല്ലേ? ഇതുപോലെ വന്നാൽ നമ്മൾ എന്താ, നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഓരോന്നിനെയും ചെയ്യാം, റിമൈൻഡർ കണ്ടുപിടിക്കാം. ഇൻഡിവിജ്വലായിട്ട് ഓരോന്നിനെയും റിമൈൻഡർ കണ്ടുപിടിക്കാൻ ചെയ്യാം. അതായത് ആദ്യം 123നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര റിമൈൻഡർ കിട്ടും? നമുക്കറിയാം എന്താ, 120നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 123നെ ചെയ്താൽ 3 ആയിരിക്കും റിമൈൻഡർ. 233നെ ചെയ്താലോ 232നെ നമുക്ക് ചെയ്യാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന റൂൾ അറിയാലോ, ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കിയാൽ മതി. ഓക്കെ, ഇവിടെ 33 ആണ്, 32നെ ആണെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആണ്. ഇനിയോ ഇവിടെ 40നെ നമുക്ക് ചെയ്യാൻ പറ്റും. 42 ആകുമ്പോൾ റിമൈൻഡർ 2 ആണ്. 25 ആകുമ്പോൾ റിമൈൻഡർ 1 വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ന്യൂമറേറ്ററിൽ റിമൈൻഡർ വരിക. സോ എന്താ, ഇതൊക്കെ നമ്മൾ ഇതാ നോക്കിയാൽ ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഈ നമ്പേഴ്സ് ഒക്കെ നമ്മൾ പ്ലസ് ചെയ്യാം. 3 1 4 2 6 7 അല്ലേ? 3 7 ഇട്ടാ 7 ആണ് കേട്ടോ. 7/4 ക്ലിയർ? 7/4 ആണ് കേട്ടോ. അപ്പോൾ 7/4 കിട്ടി. പക്ഷെ റിമൈൻഡർ ഇതല്ല. കാരണം എന്താ, 7/4 7 നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ. അങ്ങനെ വരുമ്പോൾ റിമൈൻഡർ എന്തായിരിക്കും? അങ്ങനെ വരുമ്പോൾ റിമൈൻഡർ 3 ആയിരിക്കും. ക്ലിയർ? 7നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 3 ആണ് കേട്ടോ. സോ റിമൈൻഡർ എന്ന് പറയുന്നത് 3 ആണ്. അതായത് ഇതൊക്കെ കൂട്ടുക, അതായത് ഇതിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ റിമൈൻഡർ കണ്ടുപിടിക്കാം. എന്നിട്ട് അതൊക്കെ നമ്മൾ ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്നുകൂടെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആയിരിക്കും ഒറിജിനൽ റിമൈൻഡർ. ക്ലിയർ? അപ്പോൾ അടുത്ത റൂൾ നോക്കാം. ഇനി നമ്മൾ സെയിം നമ്പറിനെ നമ്മൾ ഇൻറ്റു ചെയ്യുന്നു. അതായത് ഇപ്പോൾ നമ്മൾ എടുത്ത അതേ നമ്പർ എടുക്കാം. 123 ഇൻറ്റു എത്രയാണ്? 233 ഇൻറ്റു 542 ഇൻറ്റു പിന്നെ എത്രയാണ്? 325. ഇതല്ലേ നമ്മൾ എടുത്തത്? ഡിവൈഡ് ബൈ 4. അപ്പോൾ ഇത്രയും നമ്പറിനെ നമ്മൾ ഇൻറ്റു ചെയ്യുന്നു. ഇൻറ്റു ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത സെയിം ആണ്. എന്താ, ഇവിടെ എത്ര കിട്ടും? 3 കിട്ടും. ഇവിടെ 1 കിട്ടും. ഇവിടെ 2 കിട്ടും. ഇവിടെ 1 കിട്ടും. ഇങ്ങനെ ചെയ്തു. പക്ഷെ നേരത്തെ നമ്മൾ പ്ലസ് ചെയ്തു, കാരണം അവിടെ പ്ലസ് ആയതുകൊണ്ട്. ഇവിടെ ഇൻറ്റു ആണ്, ഇൻറ്റു ചെയ്യുക. സോ ഇതൊക്കെ ഇൻറ്റു ചെയ്യുമ്പോൾ 3 ഇൻറ്റു 2, അതായത് 3 ഇൻറ്റു ഇതൊക്കെ ഇൻറ്റു ചെയ്യുക, 6 കിട്ടും. 6/4 കിട്ടും. ഇനി നേരത്തെ ചെയ്ത സെയിം ആണ്. റിമൈൻഡർ എന്ന് പറയുന്നത് 2 ആണ്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ 37 അതുപോലെ പോകുന്നു. അതുപോലെ ഒരുപാട് നമ്പർ പോകുന്നു എന്ന് വിചാരിക്കാം. റിപ്പീറ്റ് ആയിക്കൊണ്ട് പോകുന്നു. ഡിവൈഡ് ബൈ 36. അപ്പോൾ ഇതിൻ്റെ റിമൈൻഡർ കാണാൻ പറഞ്ഞാൽ എങ്ങനെ കാണും? നമുക്കറിയാം എന്താ, 37ൻ്റെ റിമൈൻഡർ 36നെ കൊണ്ട് ചെയ്താൽ റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആണ്. ഇവിടെയും 1 ആണ്, ഇവിടെയും 1 ആണ്. അപ്പം എല്ലാം 1 ആണ്. ഇൻറ്റു അപ്പോൾ എന്ത് കിട്ടും? എല്ലാം മൾട്ടിപ്ലൈ ചെയ്താൽ 1/36 കിട്ടും. സോ റിമൈൻഡർ എന്ന് പറയുന്നത് എന്താ? 1 ആണ്. അത്രയും ക്ലിയർ അല്ലേ? ആണ്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതേപോലെ ഒരു മൈനസ് റൂൾ ഉണ്ട്. ഇത് പ്ലസ് റൂൾ ആണ്. കാരണം എന്താ, ഡിനോമിനേറ്ററിനെക്കാളും 1 കൂടുതലാണ്. അങ്ങനെ വന്നാൽ, അതായത് ഇവിടെ വന്നതെന്ന് വെച്ചാൽ a+1/n വന്നു, ഡിവൈഡ് ബൈ a വന്നു. അതായത് ഇപ്പോൾ എന്താ, 37/n ഡിവൈഡ് ബൈ 36 വന്നു. അങ്ങനെയാണെങ്കിൽ റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആണ്. ഇനി അതായത് ഇങ്ങനെ വന്നാൽ റിമൈൻഡർ എന്ന് പറയുന്നത് എന്താണ്? റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആണ്. ഇനി അടുത്തൊരു റൂൾ എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ എക്സാമ്പിൾ 15 എന്താണ് 248 ഡിവൈഡ് ബൈ 16. സോ എന്താ, ഇത് ചെറുതാണ്, കുറവാണ്. സോ അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? അതായത് 15 ഇങ്ങനെ പോകും, ഡിവൈഡ് ബൈ 16. അപ്പോൾ ഇതിൻ്റെ റിമൈൻഡർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ ഇവിടെ നമുക്ക് മൈനസ് റൂൾ അപ്ലൈ ചെയ്യാം. അതായത് 15 16നേക്കാൾ 1 കുറവാണ്. അപ്പോൾ നമുക്ക് ഇവിടെ -1 എന്ന് എഴുതാം, ഇൻറ്റു -1 എന്ന് എഴുതാം. അങ്ങനെ എത്രയാണ്? 248 ടൈംസ് -1. സോ നമുക്ക് എന്ത് കിട്ടും? 248 ടൈംസ് -1നെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കറിയാം 2 -1 മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് ആയിരിക്കും. അതായത് ഈവൻ പവർ വരുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ ഈവൻ പവർ ആയതുകൊണ്ട് ഇവിടെ എന്താ? 1 കിട്ടും. 1/16 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 തന്നെയാണ് റിമൈൻഡർ. ഇനി ഇത് ഓഡ് പവർ ആണെങ്കിലോ? ഓഡ് പവർ ആണെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ 249 ഓഡ് പവർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ കിട്ടുക -1/16 കിട്ടും. അപ്പോൾ റിമൈൻഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ റിമൈൻഡർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുക എന്താ? 16 നിന്ന് 1 മൈനസ് ചെയ്താൽ 15 ആണ് നമുക്ക് റിമൈൻഡറായി കിട്ടുക.
ഓക്കെ, പവർ -1 വന്നാൽ നമുക്ക് 16 എന്ന് 1 മൈനസ് ചെയ്തിട്ട് 15 ആണ് നമുക്ക് റിമൈൻഡർ ആയി കിട്ടുക. അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അതാണ് റിമൈൻഡർ തിയറം. ഓക്കെ, ഈ 3 റൂളാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് വെച്ച് ഒരുപാട് പ്രോബ്ലം ചെയ്യാറുണ്ട്. അടുത്ത ഒരു കാര്യം കൂടി നമ്മൾ പഠിക്കാനുണ്ട്. ചിലപ്പോൾ വലിയ വലിയ ക്വസ്റ്റ്യൻസ്, അതായത് ഇവിടെ നോക്കിയാൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു നമ്പറിന്റെ ഗ്യാപ്പ് ആയിരിക്കില്ല. നമ്മളിവിടെ പറഞ്ഞു എന്താണ്, ഇപ്പോൾ a⁻1 + 1/n/a, അതായത് ഒരു നമ്പറിന്റെ വ്യത്യാസമേ ഉള്ളൂ. അല്ലെങ്കിൽ എന്താ a-1/n ഡിവൈഡ് ബൈ a, ഇങ്ങനെയൊക്കെ വന്നാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഒരു നമ്പറിന്റെ ഡിഫറൻസ് വന്നാൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് വലിയ വ്യത്യാസമാണ് വന്നിട്ടുള്ളത്, വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഒരു റൂളാണ് യൂളേഴ്സ് തിയറം. യൂളേഴ്സ് തിയറം സിമ്പിളാണ്. അതായത് നമ്മൾ നേരത്തെ പഠിച്ചത്, അതായത് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 2-3 സ്റ്റെപ്പ് ഉണ്ടെന്നേ ഉള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ 2 നമ്പർ കോ ഫാക്ടർ ആണോ നോക്കണം. ഓക്കെ, കോ പ്രൈം ആണോ നോക്കാം. കോ പ്രൈം ആവുന്നുണ്ടോ നോക്കാം. അതായത് 73ഉം 7ഉം കോ പ്രൈം ആണോ? ആണ്. കാരണം അത് തമ്മിൽ പൊതുവ്യത്യാസമൊന്നുമില്ല, ഒന്നിൻ്റെ മാത്രമേ ഉള്ളൂ. അത് കോ പ്രൈം ആണ്. സോ അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യാം? രണ്ടാമത്തെ സ്റ്റെപ്പിൽ യൂളർ നമ്പർ കണ്ടുപിടിക്കാം. യൂളേഴ്സ് നമ്പർ അല്ലെങ്കിൽ യൂളേഴ്സ് ഫാക്ടർ കണ്ടുപിടിക്കാം. ഈ 7ന്റെ യൂളേഴ്സ് ഫാക്ടർ കണ്ടുപിടിക്കാം. അതായത് ഡിനോമിനേറ്ററിന്റെ യൂളേഴ്സ് ഫാക്ടർ കണ്ടുപിടിക്കാം. ഇതൊരു പ്രൈം നമ്പർ ആണ് വന്നതെങ്കിൽ, പ്രൈം നമ്പർ ആണ് വരുന്നതെങ്കിൽ, ഇപ്പോൾ 7 പ്രൈം നമ്പർ ആണ്, അതൊന്ന് ഒന്ന് കുറച്ചാൽ മതി. 6 അതിൻ്റെ യൂളർ നമ്പർ. പ്രൈം നമ്പർ അല്ലെങ്കിൽ നമുക്ക് നോക്കാം. പ്രൈം നമ്പർ ആയതുകൊണ്ട് ഇങ്ങനെ വന്നു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ പവറിനെ ഈ യൂളർ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതായത് പവർ ഡിവൈഡ് ബൈ യൂളർ ഫാക്ടർ. അപ്പോൾ എന്ത് കിട്ടും? പവർ എത്രയാ? 92 ഡിവൈഡ് ബൈ ഇവിടെ എത്രയാ? 6. അപ്പോൾ റിമൈൻഡർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? റിമൈൻഡർ ഈക്വൽ ടു എന്താ? 2 ആണ് കിട്ടുക. അപ്പോൾ അത്രയും കിട്ടിയില്ലേ? അത്രയും കിട്ടി. ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാം? നമ്മുടെ ഈ പവറിന് പകരം എന്താ ഇവിടെ കിട്ടിയ റിമൈൻഡർ കൊടുക്കുക. അപ്പോൾ 73/2 കൊടുക്കുക ഡിവൈഡ് ബൈ 7 കൊടുക്കുക. അപ്പോൾ നമുക്ക് സിമ്പിൾ അല്ല, നേരത്തെ ചെയ്ത പോലെ 73 × 73 ഡിവൈഡ് ബൈ 7 ചെയ്യാം. സോ ഇപ്പം നമുക്ക് സിമ്പിളായി. കാരണം 73ൽ റിമൈൻഡർ 3, ഇവിടെയും 3. 3 × 3 9, 9/7 കിട്ടും. സോ റിമൈൻഡർ എന്ന് പറയുന്നത് എന്ത് കിട്ടും? 2 കിട്ടും. ക്ലിയർ? നേരത്തെ ഇതാ ഇവിടെ 73 ഒരുപാട് ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെ 2 പ്രാവശ്യം മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്ലിയർ? അപ്പോൾ റിമൈൻഡർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ക്ലിയർ? അപ്പോൾ എങ്ങനെയാണ് എന്താ പ്രൈം നമ്പർ ഡിനോമിനേറ്ററിൽ വന്നാലുള്ള ഗുണം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇതാ ഇതുപോലത്തെ നമ്പർ. അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? കോപ്രൈം ആണോ? 2 നമ്പർ 17ഉം 24, 17ഉം 12 കോപ്രൈം ആണോ? കോപ്രൈം ആണ്. അപ്പോൾ അങ്ങനെ വന്നാൽ അപ്പോൾ നമ്മുടെ കണ്ടീഷൻ ഓക്കെയാണ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യാം? 17ഉം 24 കോപ്രൈം ആണ്. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ യൂളേഴ്സ് ഫാക്ടർ കണ്ടുപിടിക്കാം. എന്തിൻ്റെയാണ്? 12ന്റെ യൂളേഴ്സ് ഫാക്ടർ കണ്ടുപിടിക്കാം. അപ്പോൾ 12ന്റെ യൂളേഴ്സ് ഫാക്ടർ കണ്ടുപിടിക്കാൻ 12ന്റെ ഫാക്ടേഴ്സ് നമുക്കറിയാം. പ്രൈം ഫാക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് 12 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 × 4 ആണ്. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 3 × 2² എന്ന് എഴുതാം. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ എഴുതാമല്ലോ. ഇതിൻ്റെ പ്രൈം ഫാക്ടർ ഏതൊക്കെയാണ് വരുന്നത്? 3ഉം 2ഉം വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ യൂളർ ഫാക്ടർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യാം? 12 അതുപോലെ എഴുതാം. എന്നിട്ട് ഇൻറ്റു 1 - ആദ്യം എന്താ? ഇവിടെ 3 ആണ് ഫാക്ടർ വന്നത്, 1/3 ഇടാം. ഇൻറ്റു 1 - അടുത്ത 2 ആണ്, അപ്പോൾ 1/2 ഇടാം. ക്ലിയർ? ഇനി അടുത്ത ഫാക്ടർ വന്നാൽ 1 - 1 ആ ഫാക്ടർ ഇടാം. അപ്പോൾ ഇവിടെ 2 ഫാക്ടർ വന്നു, അപ്പോൾ 1 - 1/2 ഫാക്ടർ ഇട്ടു. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ ആയി. എന്താ? 12 × 2/3 കിട്ടും, ഇൻറ്റു 1/4 കിട്ടും. സോ എന്ത് കിട്ടും? ഇവിടെ 2 അല്ലേ കിട്ടാം? 2 കിട്ടും, 1/2 കിട്ടും. സോ നമുക്ക് 4 ആണ് ഇതിൻ്റെ യൂളർ നമ്പർ കിട്ടാം. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? യൂളർ നമ്പർ കിട്ടിയ ശേഷം മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പവർ ഡിവൈഡ് ബൈ എന്താ? യൂളർ നമ്പർ. അപ്പോൾ പവർ എത്ര? 234 ഡിവൈഡ് ബൈ 4 ചെയ്യാം. 234/4 ചെയ്താൽ നമുക്കറിയാം റിമൈൻഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ റിമൈൻഡർ കിട്ടിയാൽ എന്താ? നമ്മൾ നാലാമത്തെ സ്റ്റെപ്പിൽ എന്താ? പവറിന് പകരം റിമൈൻഡർ കൊടുക്കുക. സോ 17 × 17/12. സോ ഇവിടെ എന്ത് കിട്ടും? ഇത് 5 കിട്ടും, 5 റിമൈൻഡർ. 5 × 5 25, 25/12 എത്രയാണ് റിമൈൻഡർ കിട്ടുക? അപ്പോൾ 25/12 ചെയ്താൽ റിമൈൻഡർ എന്ന് പറയുന്നത് 12 × 2
24. അപ്പോൾ റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ യൂളേഴ്സ് ഫാക്ടർ വെച്ച് റിമൈൻഡർ കണ്ടുപിടിക്കുക. യൂളേഴ്സ് തിയറം വെച്ച് റിമൈൻഡർ കണ്ടുപിടിക്കുക. ക്ലിയർ? അപ്പോൾ അത് ഓക്കെ അല്ലേ? ഇനി നമ്പർ ഓഫ് സീറോസ്. അടുത്ത നമ്മൾ നമ്പർ ഓഫ് സീറോസ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ എങ്ങനെയാണ് നമ്പർ ഓഫ് സീറോസ് കണ്ടുപിടിക്കാം. അതായത് 1000ൽ എത്ര പൂജ്യമുണ്ട്? 3 പൂജ്യമുണ്ട്. ക്ലിയർ? 1000ൽ 3 പൂജ്യമാണ്. അപ്പോൾ 1000 പ്ലസ് 100 പ്ലസ് 10 ഇതിൽ എത്ര പൂജ്യം ഉണ്ടാവും? അവസാനത്തെ എത്ര പൂജ്യം എന്നാണ് ചോദിക്കുന്നത്. അതായത് ഈ നമ്പറിന്റെ ഇടയിലുള്ള പൂജ്യം അല്ല, ലാസ്റ്റ് എത്ര പൂജ്യം ഉണ്ടാവും അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഈ നമ്പറിൽ ലാസ്റ്റ് എത്രയാ? 1 പൂജ്യം മാത്രമേ ഉണ്ടാവും. കാരണം എന്താ? ഇതിങ്ങനെയല്ലേ നമ്മൾ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 1 പൂജ്യം മാത്രം. ഇനി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര പൂജ്യം ഉണ്ടാവും? അതായത് 100 ഇൻറ്റു 1000 ഇൻറ്റു 1000 ഇൻറ്റു 10 ഇതിൽ എത്ര പൂജ്യം ഉണ്ടാവും? അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതൊക്കെ ആഡ് ചെയ്യുക. 2 3 3 1. സോ ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 9 പൂജ്യം ഉണ്ടെന്ന് കിട്ടും. ഓക്കെ, ഇതിൻ്റെ ലാസ്റ്റ് നമുക്ക് 9 പൂജ്യം വരും. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പൂജ്യം ഉള്ളത് കണ്ടുപിടിക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ 10ൽ 2 പൂജ്യം ഉണ്ട്. അതെങ്ങനെ ഈ പൂജ്യം വന്നതെന്ന് വെച്ചാൽ, അതായത് 5ഉം 2ഉം വന്നാൽ, 5ഉം 2ഉം വന്നാൽ ഒരു പ്രാവശ്യം 5ഉം 2ഉം വന്നാൽ 1 പൂജ്യം. 2 പ്രാവശ്യം 5ഉം 2ഉം വന്നാലോ 2 പൂജ്യം വരും. അതായത് നമുക്ക് 100 നോക്കാം. 100 എന്ന് എഴുതിയ നമ്പർ ഇതെന്താ? 25 ഇൻറ്റു 4 ആണ്. 25 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 സ്ക്വയർ. 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ. അപ്പോൾ ഇവിടെ എന്താ? 5ൻ്റെയും 2ൻ്റെയും 2 പെയർ വന്നു. അപ്പോൾ 2 പെയർ വന്നാൽ 2 പൂജ്യം കിട്ടും. ഓക്കെ, ഇനി 1000 എന്ന് പറഞ്ഞാൽ എന്താ? 125 ഇൻറ്റു 8 ആണ്. അതായത് എന്താ? 5ൻ്റെ 3ഉം 2ൻ്റെ 3ഉം. ഇവിടെ 5ൻ്റെയും 2ൻ്റെയും 3 പെയർ വന്നു. അപ്പോൾ 3 പൂജ്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 5ൻ്റെയും 2ൻ്റെയും എത്ര പെയർ ഉണ്ടെന്ന് നോക്കിയിട്ടാണ് നമ്മൾ പൂജ്യം ലാസ്റ്റ് എത്ര പൂജ്യം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ക്ലിയർ? അത് ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്ത നോക്കാം. ഇനി ഫാക്ടോറിയലിൽ, അതായത് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. ഇപ്പം എന്താ? 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? 1 ഇൻറ്റു 2 ഇൻറ്റു 3. ഓക്കെ, ഇങ്ങനെ എഴുതുന്നതാണ് ഫാക്ടോറിയൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫാക്ടോറിയലിൽ എത്ര പൂജ്യം ഉണ്ടെന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ഇപ്പം 100 ഫാക്ടോറിയൽ, 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് 100 ഫാക്ടോറിയൽ. അപ്പോൾ ഇതിൽ എത്ര പൂജ്യം ഉണ്ടെന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? എണ്ണി നോക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം എന്ന് വെച്ചാൽ, ഇതിൽ എത്ര 5ൻ്റെയും 2ൻ്റെയും പെയർ ഉണ്ടെന്ന് നോക്കാം. എന്തായാലും 100 ഫാക്ടോറിയലിൽ 2ൻ്റെ ഫാക്ടർ എന്തായാലും കൂടുതലായിരിക്കും. 2ൻ്റെ ഫാക്ടർ എന്തായാലും 2 എന്ന നമ്പർ എന്തായാലും കൂടുതലായിരിക്കും. 5 എന്ന നമ്പർ ആയിരിക്കും കുറവ്. സോ ഇതിൽ എത്ര 5 ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? 100/5 എന്ന് എടുക്കാം. എത്ര കിട്ടും? 100/5 ചെയ്താൽ 20 കിട്ടും. റിമൈൻഡർ വന്നാൽ നമ്മൾ എടുക്കരുത്. ഇവിടെ റിമൈൻഡർ ഇല്ല, പക്ഷെ റിമൈൻഡർ വന്നാൽ നമ്മൾ എടുക്കണ്ട. എന്താ? നമ്മുടെ പൂർണ്ണമായിട്ടുള്ള നമ്പർ മാത്രം ഇവിടെ എടുക്കാം. 20 കിട്ടി. ഇനി ഈ കിട്ടിയ നമ്പറിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാം. 20/5 കൊണ്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 4 കിട്ടും. സോ എന്താ? 5നെക്കാളും ചെറിയ നമ്പർ വരുമ്പോൾ നമ്മൾ അവിടെ നിർത്താം. സോ എന്നിട്ട് ഇത് നമ്മൾ ആഡ് ചെയ്യാം. 20ഉം 4ഉം 24. അപ്പോൾ 24 5 ഉണ്ടാവും 100 എന്ന ഫാക്ടോറിയൽ. സോ 2 എന്ന് പറയുന്നത് അതിനേക്കാളും കൂടുതലായിരിക്കും. സോ ടോട്ടൽ 24 പൂജ്യം ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ അങ്ങനെയാണ് കണ്ടുപിടിക്കാം. വേറെ എക്സാമ്പിൾ കൂടെ വേണമെങ്കിൽ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ. എക്സാമ്പിൾ 75 ഫാക്ടോറിയൽ. ഓക്കെ, 75 ഫാക്ടോറിയൽ എന്ന നമ്പറിൽ 75 ഫാക്ടോറിയൽ എത്ര 5 ഉണ്ടാവും, എത്ര 2 ഉണ്ടാവും എന്ന് കണ്ടുപിടിച്ചാൽ നമുക്കറിയാം എത്ര 0 ഉണ്ടാവും. 5ൻ്റെയും 2ൻ്റെയും പേരാണ് കണ്ടുപിടിക്കേണ്ടത്. എന്തായാലും ഇവിടെ 2 കൂടുതലായിരിക്കും. കാരണം എന്താ? 1 ഇൻറ്റു 2 ഇൻറ്റു 4 ഇൻറ്റു 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4. അതുപോലെ 2 ഒരുപാട് വരുന്നില്ലേ? ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ 2 എന്തായാലും കൂടുതലായിരിക്കും. 5 നമ്മൾ കണ്ടുപിടിക്കാം. 5 എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ 75/5 ചെയ്യാം. 15 കിട്ടും. 15/5 ചെയ്യാം. 3 കിട്ടും. സോ 18 നമ്പേഴ്സാണ്. 18 5 ആണുള്ളത്. സോ 18 5 എന്താ? 18 സീറോസ് ആയിരിക്കും. കാരണം 5 എന്ന് പറയുന്നത് 18 ആയിരിക്കും, 2 എന്ന് പറയുന്നത് അതിൽ കൂടുതലായിരിക്കും. സോ 18 നമ്പർ സീറോസ് ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അടുത്ത നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫോർമുലാസ് ആണ്. അപ്പോൾ ഈ ഫോർമുലാസ് നോക്കാം. ക്ലിയർ? അപ്പോൾ ഈ ഫോർമുലാസ് നോക്കാം. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ
നിങ്ങൾക്കിപ്പോൾ 0 അതായത് 20 ഫാക്ടോറിയൽ 20 ഫാക്ടോറിയലിൽ നിങ്ങൾക്ക് എത്ര പൂജ്യം ഉണ്ടെന്ന് അറിയാൻ അതെന്താ 20 ആദ്യം 5 ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും 20/5 ചെയ്താൽ 20 ഫാക്ടോറിയൽ. അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് ഇവിടെ 5 കാണാം 2 കാണാം എന്ത് വേണമെങ്കിലും കാണാം. ഇവിടെ 5 നോക്കിയാൽ മതി 20/5. അപ്പോൾ എന്ത് ചെയ്യാം 4 കിട്ടും. ക്ലിയർ? 20/5 ചെയ്താൽ 4 കിട്ടും. പിന്നെ 4/5 ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ 4 ഫാക്ടോറിയൽ 4 സീറോസ് തന്നെയാണ് ഉണ്ടാവുക. ക്ലിയർ? അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട കുറച്ച് ഫോർമുലാസ് ആണ്. അതായത് സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പറിൻ്റെ സം ഇതാണ്, ഈവൻ നമ്പറിൻ്റെ സം ഇതാണ്, ഓഡ് നമ്പറിൻ്റെ സം ഇതാണ്, എന്താ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് n നാച്ചുറൽ നമ്പറിൻ്റെ ഇതാണ്, ക്യൂബ്സിൻ്റെ ഇതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ പഠിച്ചു വെക്കുക ആവശ്യം വരും. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ x⁻m മൈനസ് a⁻m. അപ്പോൾ ഇങ്ങനെ വന്നാൽ x-a എന്നത് അതിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും. ക്ലിയർ? x⁻m മൈനസ് a⁻m എന്ന് പറഞ്ഞാൽ x+a എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും. അപ്പോൾ ഇതിന് x-a എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും, x+a എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും. ക്ലിയർ? ഇനി പ്ലസ് വന്നാൽ ഇത് അതിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും. ക്ലിയർ? ആ കാര്യം ഓർത്തിരിക്കുക, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടത് ഇതുപോലുള്ള എന്താ സ്ക്വയേഴ്സ് ആണ്. സ്ക്വയേഴ്സ് 1 മുതൽ 30 വരെയുള്ള സ്ക്വയേഴ്സ് നിങ്ങൾ പഠിക്കുക. ബാക്കി സ്ക്വയേഴ്സ് എങ്ങനെ കാണാമെന്ന് നമ്മൾ നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. സ്ക്വയേഴ്സ് എങ്ങനെ കാണാം, ക്യൂബ്സ് എങ്ങനെ കാണാം, അതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുക, ബാക്കിയുള്ളത് നമ്മൾ ആ വീഡിയോയിൽ നോക്കാം. അതുപോലെ 10 വരെയുള്ള ക്യൂബ്സ് നിങ്ങൾ പഠിക്കാം. ഇനി സ്ക്വയർ റൂട്ട് കാണാനും ക്യൂബ് റൂട്ട് കാണാനൊക്കെ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെ ചാനൽ സ്കോർ റെയിൽവേ മലയാളം എന്നുള്ള ചാനലിൽ പോയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ 25 ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ആ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഇവാലുവേറ്റ് 32 എന്താണ് 12 × 3 മൈനസ് 3 × 4. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ബോർഡ് മാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ബോർഡ് മാസ്. അപ്പോൾ ആദ്യം ബ്രാക്കറ്റ് ഓഫ് പിന്നെന്താ ഡിവിഷൻ. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ഡിവിഷൻ ചെയ്യാം. അപ്പോൾ 32/12 × 3 മൈനസ് 3 × 4. ഇവിടെ എന്താ ഇത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. കാരണം എന്താ ഡിവൈഡ് ചെയ്യുന്നതും ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും. ഇതും ചെയ്താൽ 4 കിട്ടും. ഇതും ചെയ്താൽ എന്ത് കിട്ടും 8 കിട്ടും. ഇതും ചെയ്താൽ എന്താ ഇതും 4 × 3 12. ക്ലിയർ? അപ്പോൾ -4 ആണ് ആൻസർ കിട്ടുക. ഓപ്ഷൻ എ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ബോർഡ് മാസിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ വലിയ വലിയ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. NTPC എക്സാമിനും അതുപോലുള്ള JEE എക്സാമിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പർ ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 9ഉം 11ഉം. ഒരു നമ്പർ കൊണ്ട് പോരാ, 9ഉം 11ഉം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്ത് ചെയ്യണം? അൾട്ടർനേറ്റ്, അതായത് ഓഡ് പ്ലേസിലെ നമ്പർ ആഡ് ചെയ്യാം, ഈവൺ പ്ലേസിലെ നമ്പർ ആഡ് ചെയ്യാം. രണ്ടിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആവാം അല്ലെങ്കിൽ 11 ആവാം. ഇനി 9 ആണെങ്കിലോ 9ന്റെ ഡിവിസിബിലിറ്റി എങ്ങനെയാ? ടോട്ടൽ സം എടുത്താൽ 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളിങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഇതാ നോക്കിയേ, 7ഉം 2ഉം 8 കിട്ടി. ഇതും 8 കിട്ടി. സോറി 8 അല്ല 9 കിട്ടി. ഇതും 9 കിട്ടി. സോ എല്ലാം 9 കിട്ടിയാൽ എന്താ ഇത് 9നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. സെക്കൻഡ് നോക്കിയേ, 9 കട്ടായി, 8ഉം 1ഉം 9 കട്ടായി. ഇതും 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. 5ഉം 4ഉം 9 കിട്ടി. ഇവിടെ നോക്കിയാൽ 3 3 6 ആണ്. അപ്പോൾ ഇത് 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും സി ആൻസർ അല്ല, 9 ഡിവിസിബിൾ അല്ല. അടുത്ത് ഇത് നോക്കിയേ, 9 പോയി, 8ഉം 1ഉം 9 പോയി, 8ഉം 1ഉം 9 പോയി. അപ്പോൾ ഇവിടെ 3 വാല്യൂ നമുക്ക് എന്താ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. സി മാത്രം അല്ല. ഓക്കെ, ഇനി നമ്മൾ എന്താ 11നെ കൊണ്ട് നോക്കാം. 11നെ കൊണ്ട് നോക്കുമ്പോൾ ഇത്രയും നമ്പർ ആഡ് ചെയ്യാം. 9ഉം 1ഉം 10. പിന്നെന്താ 9ഉം, അതായത് ഇതെന്താ 2ഉം 7ഉം 9 കിട്ടി, 9 1 10 കിട്ടി. 10 കിട്ടിയല്ലോ. പിന്നെന്താ 7ഉം 2ഉം 9 കിട്ടി, 17 കിട്ടും, -17. അപ്പോൾ എന്തായാലും ഇത് 11ന്റെ മൾട്ടിപ്പിൾ അല്ല, ക്യാൻസൽ ആകും. ഇവിടെ നോക്കിയേ, ഇതും ഓൾട്ടർനേറ്റീവ് നമ്പർ ആഡ് ചെയ്യാം. അപ്പോൾ 9 - 9 കിട്ടും. അപ്പോൾ ഇത് 0 കിട്ടും. അപ്പോൾ ഇത് 11ന്റെ മൾട്ടിപ്പിൾ ആണ്, 9ന്റെയും മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ആൻസർ ഇതാണ്. വേണമെങ്കിൽ ഇവിടെ നോക്കാം നമുക്ക്. 1ഉം 1ഉം 2 എത്ര? 11 19 17, അതായത്
1ഉം 1ഉം 2 11 17 25 കിട്ടില്ലല്ലോ, കിട്ടില്ല. അപ്പോൾ ഇതും തെറ്റാണ്. അപ്പോൾ ഇതാണ് ആൻസർ വരുന്നത്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് ആൻസർ വരിക. എന്താ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ക്വസ്റ്റ്യൻ നോക്കിയേ, വെൻ 268 ഈസ് ആഡഡ് ടു, അതായത് 6K8ൻ്റെ കൂടെ 268 ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 9P6 കിട്ടുന്നതാണ് പറയുന്നത്. വാട്ട് ഈസ് ദ ലീസ്റ്റ് പോസിബിൾ വാല്യൂ ഓഫ് K ആൻഡ് P വിച്ച് ഈസ്, അതായത് 9P6 എന്ന് പറയുന്നത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്കറിയാം 3നെ കൊണ്ട് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ആ യൂണിറ്റ് പ്ലേസ് ആ ടോട്ടൽ ഡിജിറ്റ് ആഡ് ചെയ്താൽ നമുക്ക് എന്താ 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. സോ 9ഉം 6ഉം 15. അപ്പോൾ ബാക്കി ഇവിടെ എന്തൊക്കെ വരാം? 0 വരാം. 15 3 കൊണ്ട് പറ്റും. പിന്നെന്താ? 3 വരാം, 6 വരാം, 9 വരാം. അപ്പോൾ ഇത്രയും നമ്പേഴ്സ് ഇതിൻ്റെ കൂടെ വരാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്താൽ നമുക്ക് എന്താ? 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ഇത്രയും നമ്പേഴ്സ് നമുക്ക് പീക്ക് വരാൻ പറ്റും. ഇനി അതായത് ഇവിടെ നോക്കിയേ, 0 വരാം, 3 വരാം, 6 വരാം, 9 വരാം. അതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കിയാലോ, ഇവിടെ നോക്കിയേ 8ഉം 8 എന്ന് പറഞ്ഞാൽ 16. സോ 6 ഇവിടെ ഉണ്ട്, റിമൈൻഡർ 1 വരും. കെയും 6ഉം പിന്നെ 1 കൂട്ടാം. അപ്പോൾ കെയിൻ്റെ കൂടെ 6ഉം 1ഉം 7 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? പി ആണെന്ന് കിട്ടും. ക്ലിയർ? പിന്നെന്താ? 6ഉം 2ഉം 8 ആണ്, പക്ഷെ ഇവിടെ 9 വന്നു. അപ്പോൾ ഇവിടെ പി മാത്രം കിട്ടിയാൽ പോരാ, 1P കിട്ടണം. അപ്പോൾ 1 റിമൈൻഡർ പോവും. ഇവിടെ വരുമ്പോൾ 6ഉം 2ഉം 8ഉം റിമൈൻഡർ പോയാൽ 1ഉം 9 വരും. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. ഇനി നമ്മളെന്താ? ഓപ്ഷൻ ഇവിടെ കൊടുത്തു നോക്കാം. ഓരോ ഓപ്ഷനും കൊടുത്തു നോക്കാം. ആദ്യം 4 കൊടുക്കാം. ക്ലിയർ? 4 കൊടുക്കാം. 4ഉം 7ഉം എത്രയാ? 4ഉം 7ഉം 11 കിട്ടുക. പക്ഷെ ഇവിടെ 6 പി പറഞ്ഞിട്ടുള്ളത്. സോ ഇത് തെറ്റാണ്. പി എന്ന് പറയുന്നത് 6 പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് തെറ്റാണ്. കാരണം ഇവിടെ എന്താ? പി 1 കിട്ടു. അതെ. സെക്കൻഡ് നോക്കിയാലോ, 6 കൊടുക്കാം +7 എന്ത് കിട്ടും? 13 കിട്ടുക. പക്ഷെ ഇവിടെ പി എന്ന് പറയുന്നത് 9. സോ അതും തെറ്റാണ്. അടുത്തത് കേക്ക് എന്താ? 0 +7. ക്ലിയർ? 0 + 7 കൊടുത്താൽ ഇവിടെ എന്താ? 7 മാത്രമേ കിട്ടൂ. അപ്പം അതും തെറ്റാണ്. അടുത്ത കെ എന്നത് 3 കൊടുക്കാം. കെ എന്നത് 3 കൊടുക്കാം. ബാക്കി 3 + 7 = എന്ത് കിട്ടും? 10 കിട്ടും. അപ്പം എന്താ? പിക്ക് 0 ആണ് കിട്ടുക. പിക്ക് 0 ആണ് കിട്ടുക. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ക്ലിയർ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അപ്പം അങ്ങനെയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നോക്കാം. ഫൈൻഡ് ദ റിമൈൻഡർ വെൻ. കണ്ടോ, നമ്മൾ റിമൈൻഡർ തിയറം വെച്ച് ചെയ്യേണ്ടതാണ്. അതായത് ഇൻറ്റു 172 ഇൻറ്റു 173 / 17. എങ്ങനെ ചെയ്യാം? നമുക്കറിയാം 170നെ നമുക്ക് എന്താ 17 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും. 17 × 10 ആണ് 170. അപ്പോൾ ഇതാ ഇവിടെ നോക്കിയേ, ആദ്യത്തേൽ റിമൈൻഡർ എത്ര വരും? ഇവിടെ നോക്കിയാൽ റിമൈൻഡർ 9 വരും. ഇവിടെ നോക്കിയാൽ റിമൈൻഡർ 2 വരും. ഇവിടെ നോക്കിയാൽ 3 വരും. ഇനി ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാം. 9 × 6 അല്ലെ, 2 × 3 6. 9 × 6 എന്ന് പറഞ്ഞാൽ 54/17. 17 × 3 ആണ് എന്താണ്? 51. അപ്പോൾ റിമൈൻഡർ എത്ര വരും? റിമൈൻഡർ എന്ന് പറയുന്നത് നമുക്ക് 3 ആയിട്ട് കിട്ടും. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? ഇപ്പം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 700 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 17? കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 17. അപ്പം ഇങ്ങനെ വന്നാൽ 1 മുതൽ 7,000 1 മുതൽ 700 വരെ 700 വരെ നമുക്ക് 17 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് ചോദിച്ചാൽ, ഒരു എക്സാമ്പിൾ നമുക്ക് ചെറിയ നമ്പർ നോക്കാം. 1 മുതൽ 10 വരെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ? 10/3 ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 3 ആണ് നമുക്ക് കിട്ടുക. 1 റിമൈൻഡർ വരും, പക്ഷെ 3 ആണ് കിട്ടുക. ക്വസ്റ്റ്യൻ്റെ 3 ആണ് കിട്ടുക. അപ്പോൾ എന്താ? 3 നമ്പേഴ്സ് ആയിരിക്കും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഏതൊക്കെയാണ്? 3, 6, 9. ക്ലിയർ? ഇനി വേണമെങ്കിൽ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് നോക്കിയാലോ. 10/4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2 കിട്ടും. അപ്പോൾ എന്താ? നമുക്കറിയാം 4ഉം 8ഉം ആണ്. ക്ലിയർ? അപ്പം ഇങ്ങനെയാണ് കണ്ടുപിടിക്കാം. വേറെ എക്സാമ്പിൾ, 20 വരെയുള്ളതിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എത്രയാണ്? 6 ആയിരിക്കും കിട്ടുക. റിമൈൻഡർ ബാക്കി വരും. ക്വസ്റ്റ്യൻ്റെ 6 ആയിരിക്കും കിട്ടുക. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കിയേ. 3, 6, പിന്നെന്താ 12, 15, 18. ഓക്കെ.
പിന്നെന്താ 9 നമ്മൾ ഇട്ടില്ല 9. ഇത്രയും നമ്പറാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചു 1 മുതൽ 700 വരെ 17 കൊണ്ട് എന്താ ഡിവിസിബിൾ ആവുന്ന നമ്പർ. അപ്പം എന്താ 700/17 ചെയ്യാം. കിട്ടുന്ന വാല്യൂ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടാം. 17 ഇൻറ്റു എത്ര വരും? 4 വരും. പിന്നെ 17 1. സോ 41 ആൻസർ കിട്ടാം. ക്ലിയർ? 41. അടുത്ത ഹൗ മെനി നമ്പേഴ്സ് ഓഫ് ദ ഫസ്റ്റ് 100 പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആർ ഡിവിസിബിൾ ബൈ 3 ഓർ 4 വിത്തൗട്ട് റിമൈൻഡർ. അതായത് ഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് റിമൈൻഡർ ആണ്. സോ ഇതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് 3 അല്ലെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എത്ര നമ്പേഴ്സ് ഉണ്ടാവും? നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. 1 മുതൽ 700 വരെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു. അതുപോലെ നമുക്ക് 1 മുതൽ 100 വരെ ഉള്ളതിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഇങ്ങനെ ചെയ്താൽ എത്ര കിട്ടും? 33 ആണെന്ന് കിട്ടും. ഓക്കെ. അതുപോലെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. എത്ര കിട്ടും? 25 ആണെന്ന് കിട്ടും. പക്ഷേ ഇപ്പം ആൻസർ എത്രയാണോ? 58 ആണോ ആൻസർ? 58 ആണോ ആൻസർ? ഇത് ടോട്ടൽ ആഡ് ചെയ്താൽ 58 കിട്ടും. പക്ഷേ നമ്മുടെ ആൻസർ ഇതല്ല. കാരണം നമ്മൾ ഇവിടെ നോക്കേണ്ടത് ഇത് 3 കൊണ്ടും 4 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ കണ്ടുപിടിച്ചു. പക്ഷേ ഇപ്പൊ 12 എന്ന നമ്പർ 3 കൊണ്ടും ചെയ്യാൻ പറ്റും, 4 കൊണ്ടും ചെയ്യാൻ പറ്റും. 24 എന്ന നമ്പർ 3 കൊണ്ടും പറ്റും, 4 കൊണ്ടും പറ്റും. 36 എന്ന നമ്പർ 3 കൊണ്ടും പറ്റും, 4 കൊണ്ടും പറ്റും. അപ്പൊ ഇവിടെ റെപ്പിറ്റേഷൻ വന്നില്ലേ? റെപ്പിറ്റേഷൻ വന്നു. അപ്പൊ റെപ്പിറ്റേഷൻ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ റിപ്പീറ്റേഷൻ പാടില്ല. എത്ര നമ്പർ ഉണ്ടെന്ന് ചോദിച്ചു, റിപ്പീറ്റേഷൻ പാടില്ല. സോ നമ്മൾ എന്ത് ചെയ്യാം? ഇതൊക്കെ 12ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ നമ്മൾ 100ൽ 12ന്റെ മൾട്ടിപ്പിൾ നോക്കാം എത്ര എണ്ണം ഉണ്ടെന്ന്. സോ 100/12 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 8 കിട്ടും. 8 അല്ലേ? 96. 8 ചെയ്താൽ 96 കിട്ടും. അപ്പോൾ 8 കിട്ടും. ഇതിൽ നിന്ന് മൈനസ് ചെയ്യാം. അപ്പോൾ 8 നമ്പർ 2 പ്രാവശ്യം നമ്മൾ ഇതിൻ്റെ കൂടെ കൂട്ടിയിട്ടുണ്ട് അല്ലേ? അതായത് 3ന്റെ മൾട്ടിപ്ലിക്കേഷനിൽ ഈ 12 കൂട്ടിയിട്ടുണ്ട്, 3ന്റെയിലും കൂട്ടിയിട്ടുണ്ട്, 4ന്റെയിലും കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ 8 പ്രാവശ്യം നമ്മൾ എന്താ 8 നമ്പറാണുള്ളത്, അത് 2 പ്രാവശ്യം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതിൽ നിന്ന് മൈനസ് ചെയ്യാം. അപ്പോൾ 58 നിന്ന് 8 മൈനസ് ചെയ്താൽ 50 ആണ് ആൻസർ കിട്ടുക. അപ്പോൾ എത്ര നമ്പർ ഉണ്ട്? 50 നമ്പർ ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ഇതിൻ്റെ റിമൈൻഡർ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. 27/7 ഹോൾ റൈസ് ടു 999. അപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. സോ നമുക്കറിയാം ഇവിടെ എന്ത് കിട്ടും? 27 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 28 - 1 ഹോൾ റൈസ് ടു 999 ഡിവൈഡ് ബൈ 7. ഓക്കെ. അതായത് 28 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ 7ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ നമ്മൾ ആദ്യം ഒരു കാര്യം പറഞ്ഞില്ലേ, എന്താണ്? പവറിനേക്കാളും അതായത് ഡിനോമിനേറ്ററിനെക്കാളും 1 കൂടുതൽ. അതായത് ഇവിടെ നോക്കിയാൽ എന്താ 27 ആണ്. ഇപ്പം 28 ആണെങ്കിൽ 7നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ 27 ആണെങ്കിൽ -1 വരും. പവർ 999 വരും. ഇവിടെ എന്താ ഓഡ് പവർ വന്നുകൊണ്ട് -1/7 തന്നെ വരും. സോ -1/7 വന്നാൽ എന്താ 7 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ 6 ആണ് കിട്ടുക. ക്ലിയർ? അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 6 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത എത്ര? 7ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? ഇഫ് PQ ഈസ് എ 2-digit നമ്പർ, ദെൻ അതായത് PQ എന്ന് പറയുന്നത് 2-digit നമ്പർ ആണ്. അപ്പോൾ PQനെ നമുക്ക് എങ്ങനെ എഴുതാം? സാധാരണ നമ്മൾ 10 എന്ന നമ്പറിന് നമുക്ക് എങ്ങനെ എഴുതാം? അല്ലെങ്കിൽ 12 എന്ന നമ്പറിന് നമുക്ക് എങ്ങനെ എഴുതാം? 10 × 1 ആദ്യത്തെ നമ്പർ പ്ലസ് 2 × 1 ഇതല്ലേ 10, 12. അതുപോലെ PQനെ നമുക്ക് എങ്ങനെ എഴുതാം? PQനെ നമുക്ക് 10p + Q എന്ന് എഴുതാം. ക്ലിയർ? അപ്പോൾ QPനെ നമുക്ക് എങ്ങനെ എഴുതാം? QP എന്ന് പറയുന്നത് 10Q + P എന്ന് എഴുതാം. ക്ലിയർ? ഇങ്ങനെ എഴുതാം. ഇനി നോക്കിയേ, ഇവിടെ പറഞ്ഞു PQ - QP ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഫസ്റ്റത്തേന്ന് രണ്ടാമത്തെ മൈനസ് ചെയ്യാം. 10p എന്ന് ഒരു p മൈനസ് ചെയ്താൽ 9p. Q എന്ന് 10Q മൈനസ് ചെയ്താൽ 9Q. സോ 9p - Q ആണ് കിട്ടുക. ഇതിന് ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? കംപ്ലീറ്റ്ലി ഡിവിസിബിൾ. അതായത് ഡിവൈഡ് ബൈ 9 ഇട്ടാൽ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. സോ ആൻസർ എന്താ? A ആണ്. ക്ലിയർ? അടുത്ത് നോക്കാം. ഫൈൻഡ് ഔട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ഫോം
കോപ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണ്? കോമൺ എന്ന് പറയുന്നത് 1 മാത്രമേ പാടുള്ളൂ. സോ ഇവിടെ നോക്കിയാൽ എന്താ 12 പേരും അത് നമുക്ക് നോക്കാം. ഇത് നോക്കിയേ, കോമൺ എന്താണുള്ളത്? അതെ, ഇവിടെ തന്നെ നമുക്കറിയാം എന്താ 21 × 2 ആണ് 42. സോ ഇതല്ല. ഇവിടെ 3 ആണ് കോമൺ, അതുമല്ല. ഇവിടെ 2 കോമൺ ഉണ്ട്, അതുമല്ല. സോ ഓപ്ഷൻ എ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, ഇത് ഡിവിസിബിൾ ബൈ ഏതുകൊണ്ട് ഡിവിസിബിൾ ആവുമെന്നാണ് ചോദിക്കുന്നത്. സോ 2⁻71 പ്ലസ് 2⁻72 പ്ലസ് 2⁻73 പ്ലസ് 2⁻74 ഇങ്ങനെ വന്നു. അപ്പോൾ ഇത് ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഈ നമ്പറിൽ? അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് 2⁻71 കോമൺ ആയിട്ട് നമ്മൾ എടുക്കാം. ബാക്കി എന്താ ഉള്ളത്? 2⁻0 പ്ലസ് 2⁻1 പ്ലസ് 2⁻2 പ്ലസ് 2⁻3 ഇങ്ങനെയാണുള്ളത്. അപ്പോൾ 2⁻71 1⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്, പ്ലസ് 2 പ്ലസ് 4 പ്ലസ് 8. സോ 2⁻71 ഇൻറ്റു 10ഉം 15 കിട്ടും. ഇങ്ങനെയാണ് കിട്ടുക. ക്ലിയർ? അതായത് ഇപ്പം നമുക്ക് കിട്ടിയ എന്താ 2⁻71 ഇൻറ്റു 15 എന്ന് കിട്ടി. ക്ലിയർ? ഇതിൽ ഏത് നമ്പർ വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഇതിനെ? ഇവിടെ നമുക്ക് നോക്കിയാൽ 2⁻71 ഇൻറ്റു 5 ഇൻറ്റു 3 ആണ് കിട്ടുക. 5 ഇൻറ്റു 3 അല്ലേ? 15 5 ഇൻറ്റു 3. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ എന്താ? ഇവിടെ നോക്കിയാൽ 10 5ഉം ഇവിടുന്ന് ഒരു 5 എടുക്കാം, ഇവിടുന്ന് ഒരു 2 എടുക്കാം. അപ്പോൾ നമുക്ക് എന്താ ഒരു 10 കിട്ടിയില്ലേ? 10 കിട്ടും. അതായത് ഒരു 10 ഉണ്ടാക്കാൻ നമുക്ക് ഇവിടുന്ന് പറ്റും. എന്തായാലും ഇത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ? 13ഉം 11ഉം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 5നെയും 2നെയും ചെയ്താൽ നമുക്ക് എന്താ 5ഉം 2ഉം, അതായത് 2 × 5 ഇതെന്താ 71 ടൈംസ് 2 ഇങ്ങനെ ചെയ്യാം. 71 ടൈംസ് 2 ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 5 ഉണ്ട്, പിന്നെന്താ ലാസ്റ്റ് ഒരു 3 ഉണ്ട്. ഡിവൈഡ് ബൈ 10 ചെയ്താൽ ഇതാ ഇവിടെ 5 × 2 10 ആണ്. അപ്പോൾ ഇതും ക്യാൻസൽ ആവും, കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആവണം. ക്ലിയർ? അടുത്തത് അപ്പോൾ 10 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, എ സ്റ്റുഡൻറ് ഡിവൈഡ് എ നമ്പർ ബൈ 12 ഇൻസ്റ്റെഡ് ഓഫ് 21. ക്ലിയർ? ആൻഡ് റിസീവ്സ് 35. ഫൈൻഡ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇവിടെ എന്താ? ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞൊരു സാധനമാണ് എന്താ? ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഡിവൈസർ ഇൻറ്റു ക്വഷ്യൻറ്റ് പ്ലസ് റിമൈൻഡർ ആണ്. സോ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ റിമൈൻഡർ ഇല്ല, റിമൈൻഡർ 0 ആയിരിക്കും. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് നമ്പറാണ് ആ നമ്പറാണ് ഡിവിഡൻഡ്. ഡിവൈസർ ഏത് നമ്പറിനെ കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ എന്താ? ആദ്യം 12 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി? 35 കിട്ടി എന്നാണ് പറയുന്നത്. സോ ഇൻറ്റു 35 കിട്ടി. റിമൈൻഡർ 0 ആണ്. സോ പ്ലസ് 0. ക്ലിയർ? അപ്പം ഇങ്ങനെ ചെയ്താൽ നമുക്കിതാ ആക്ച്വൽ വാല്യൂ എന്താണെന്ന് കിട്ടുമല്ലോ, കിട്ടും. അപ്പോൾ 35ഉം ഇതും ചെയ്താൽ മതി. എന്താ 300 35ഉം എന്നിട്ട് 350ഉം പിന്നെന്താ 70ഉം 420 കിട്ടും. ക്ലിയർ? 420 ആണ് നമ്മുടെ ഡിവിഡൻഡ്. അപ്പോൾ കറക്റ്റ് ആൻസർ 420 ആണ്. പക്ഷെ എന്നിട്ട് പറയുന്നത് എന്താ? അതിനെ നമ്മൾ 21 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ആൻസർ കിട്ടുക. അപ്പം 420 ഡിവൈഡ് ബൈ 21. ആദ്യം മിസ്റ്റേക്ക് പറ്റിയാണ്. 420നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ആ നമ്പറെ കണ്ടുപിടിക്കാൻ നമ്മൾ 12 ഡിവൈസർ ക്വഷ്യൻ്റെ 35 ചെയ്യുമ്പോൾ നമുക്ക് ഡിവിഡൻഡ് കിട്ടും. അതിന് നമുക്ക് ആക്ച്വൽ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇപ്പം നമുക്കറിയാം എന്താ 20 ആണ് കിട്ടുക. സിമ്പിൾ. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ. ഇവിടെ നമ്മൾ നോക്കിയാൽ ഇത് ഏത് നമ്പർ കൊണ്ടാണ്, അതായത് പെർഫെക്റ്റ്ലി ഡിവിസിബിൾ ബൈ 8. 8 കൊണ്ട് പെർഫെക്റ്റ്ലി ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞു ഇത്. സോ നമ്മൾ എന്ത് ചെയ്യും? പെർഫെക്റ്റ്ലി ഡിവിസിബിൾ ആകുമ്പോൾ നമുക്കറിയാം ഒരു നമ്പർ ഇത് പെർഫെക്റ്റ്ലി ഡിവിസിബിൾ ആകുമ്പോൾ x - 8 = 0 എന്ന് കൊടുക്കാം. ഇവിടെ x = 8 നമുക്ക് കൊടുക്കാം. പെർഫെക്റ്റ്ലി ഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ x = 8 എന്ന് കൊടുക്കാം. ക്ലിയർ? x = 8 കൊടുത്തു. ഇനി എന്താ ചെയ്യാം? എക്സിന് പകരം 8 കൊടുക്കാം അല്ലേ? എക്സിന് പകരം നമ്മൾ 8 കൊടുക്കുന്നു. 8 കൊടുക്കുമ്പോൾ അതായത് എക്സിന് 8 കൊടുത്താൽ അതെന്താ? അത് = 0 ആവും. x - 8 പെർഫെക്റ്റ്ലി ഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിന് 8 കൊടുക്കുമ്പോൾ ഈ കംപ്ലീറ്റ് ഇക്വേഷൻ = 0 ആവും. അതായത് 3 ×
എക്സ് സ്ക്വയർ അതായത് 8 സ്ക്വയർ പ്ലസ് എ ഇൻറ്റു 8 പ്ലസ് 4 എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആവും. അതാണ് നമ്മൾ മീൻ ചെയ്യുന്നത്. ക്ലിയർ? നമ്മൾ ക്ലാസ്സിൽ നോക്കിയവർക്കൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാം. എക്സ് മൈനസ് 8 എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് എന്താ ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, എക്സ് മൈനസ് 8 ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. എക്സ് ഈക്വൽ ടു 8 എന്ന് കിട്ടും. ആ 8 എന്ന് പറയുന്ന വാല്യൂ ഈ ഇക്വേഷനിൽ കൊടുത്താൽ എന്താ, ആ ഇക്വേഷൻ കംപ്ലീറ്റ് 0 ആവും. അതായത് 8 എന്ന് പറയുന്നത് ഈ ഇക്വേഷന്റെ റൂട്ടാണ്. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മളതാ സിമ്പിൾ ആണ്. ഇനിതാ ഇത് ചെയ്താൽ മതിയല്ലോ. എന്താ 3 × 64 പ്ലസ് 8a പ്ലസ് 4 ഈക്വൽ ടു 0. ഇതെന്താ 64 ചെയ്താൽ 192 പ്ലസ് 4 ചെയ്താൽ 196 പ്ലസ് 8 ഈക്വൽ ടു 0. ഇനിയോ 8a ഈക്വൽ ടു മൈനസ് 196, a ഈക്വൽ ടു മൈനസ് 196/8. ക്ലിയർ? എന്ത് കിട്ടും? മൈനസ് 2 കിട്ടും. പിന്നെ എന്ത് കിട്ടും? 4.5. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? നെക്സ്റ്റ് ഇവിടെ നോക്കിയേ, ഈ നമ്പർ എന്ത് നമ്പർ എന്നാണ് ചോദിക്കുന്നത്. അതായത് നമ്മൾ ആദ്യം ഒരുപാട് നമ്പേഴ്സ് പഠിച്ചു, അതിലേത് നമ്പർ ആണെന്ന് ചോദിക്കുന്നത്. സോ ഇത് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഇതിനെ നമ്മൾ 3√5 എന്ന് എഴുതാം. പ്ലസ് √125 നമുക്ക് എങ്ങനെ എഴുതാം? √125 എന്ന് പറഞ്ഞാൽ, അതായത് 125 എന്ന് പറഞ്ഞാൽ 25 × 5 അല്ലേ ആണ്. അപ്പോൾ റൂട്ട് ഇട്ടാൽ ഇവിടെയും റൂട്ട് വരും. സോ ഇവിടുന്ന് ഇതാ √125 × 25. അപ്പോൾ 25 നമുക്ക് എങ്ങനെ എഴുതാം? 5√5 എന്ന് എഴുതാം. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ കിട്ടും 5√5 ഡിവൈഡ് ബൈ 80. 80 നമുക്ക് എങ്ങനെ എഴുതാം? 16 × 5 ആണ് 80 എന്ന് പറയുന്നത്. 16 × 5 ആണ് 80 എന്ന് പറയുന്നത്. സോ √18 എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാം. സോ എന്ത് കിട്ടും? 4√5 എന്ന് കിട്ടും. സോ ഇതെന്താ 4√5 പ്ലസ് 6√5 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ 5 3 8 8√5 ഡിവൈഡ് ബൈ 6 4 10√5. സോ ഇതും ക്യാൻസലായി. 8/4 10 ദാറ്റ് ഈസ് 4/5. 4/5 എന്ന് പറഞ്ഞാൽ p/q ഫോമിലാണ്. സോ റാഷണൽ നമ്പർ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത്രയും ക്ലിയർ അല്ലേ? അടുത്ത് when the number 5/2450 is divided by 126 then the remainder will be. അപ്പോൾ ഇവിടെ റിമൈൻഡർ ആണ് ഫൈൻഡ് ചെയ്യുന്നത്. സോ എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് നോക്കാം. ഡിവൈഡ് ബൈ എന്താ 126 ആണ്. അപ്പോൾ നമുക്കറിയാം 5ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ 125 ആണ്. ക്ലിയർ? അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ അറേഞ്ച് ചെയ്താൽ നമുക്ക് കിട്ടും. സോ ഇവിടെ നമുക്ക് 5³ എന്ന് അറേഞ്ച് ചെയ്താൽ ഡിവൈഡ് ബൈ 126 എന്ന് ഇട്ടാൽ നമുക്കിത് ചെയ്യാൻ പറ്റുമല്ലോ. പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ 5³ ഇടണം. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കണം. a⁻m ഹോൾ റൈസ് ടു n എന്ന് പറഞ്ഞാൽ എന്താ? a⁻m × n ആണ്. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ പവർ നമ്മൾ എന്തോ ഇട്ട് കൊടുക്കണം, എങ്കിലേ മാത്രമേ ഇത് കിട്ടും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് 2 ഇതാണ് നമുക്ക് എന്താ 3 ആണ് പുറത്തെടുത്തിട്ടില്ലേ. 3 അതായത് 5³ അല്ല ഉണ്ടാണ്ടേ, 5³ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 3 നമ്മൾ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 8 കിട്ടും, 1 കിട്ടും, 6. ബാക്കി റിമൈൻഡർ എന്ന് പറയുന്നത് എന്താ 816 വരും. റിമൈൻഡർ എന്ന് പറയുന്നത് നമുക്ക് 2 കിട്ടും. കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ല. ഇത്രയും കിട്ടും, റിമൈൻഡർ 2ഉം കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ പവർ 816 എന്ന് കൊടുക്കും. ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യുക? ആ റിമൈൻഡറിലെ വാല്യൂ കൊടുക്കും. അതായത് ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ ഇക്വേഷൻ അറിയാം. അതുപോലെ തന്നെ a⁻m × a⁻n എന്ന് പറഞ്ഞാൽ a⁻m + n ആണ്. സോ നമ്മൾ ആദ്യത്തെ ഇത്രയും വാല്യൂ എടുത്താൽ നമുക്ക് എന്താ 5 എന്ന് പറയുന്നത് എന്താ 2448 ആണ്. ഇൻറ്റു 5². അപ്പോൾ എന്താ ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആയില്ലേ, വാല്യൂ ആയില്ലേ. അപ്പം ഇങ്ങനെയാണ് എടുക്കാം. ഇനി നമുക്ക് സിമ്പിൾ അല്ലേ, എന്താണ് 125/816 ഇൻറ്റു 5² ഡിവൈഡ് ബൈ 126. സോ ഇവിടെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -1 പവർ 816 ഇൻറ്റു 5² ഡിവൈഡ് ബൈ 126. സോ
സോ നമുക്ക് എന്ത് കിട്ടും? പവർ എന്താ ഈവൻ പവർ ആയതുകൊണ്ട് -1 1 തന്നെ ആവും. 1 × 25 / 126. അപ്പോൾ എന്താ 25 നമുക്ക് റിമൈൻഡർ ആയി കിട്ടുക. 25 നമുക്ക് റിമൈൻഡർ ആയി കിട്ടുക. ക്ലിയർ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ക്യാൻ ബി റിട്ടേൺ ഇൻ റാഷണൽ ഫോം. അപ്പോൾ ഇതിന്റെ റാഷണൽ ഫോമിലുള്ള നമ്പറാണ് നമ്മളിനി കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ അല്ലേ? എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് ഇവിടെ 0.23 റിപ്പീറ്റ് ആവുന്നു. ബാർ ഇടാം. 2 3ക്കും ബാർ ഇടാം. ഇനിയോ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള എത്ര വാല്യൂ ആണ്? 23. ബാറില്ലാത്ത വാല്യൂ ഉണ്ടോ? ഇല്ല. സോ -0 ഇടാണെങ്കിൽ ഡിവൈഡ് ബൈ എത്ര നമ്പറിന് മേലെയാണ് ബാർ ഉള്ളത്? 2 നമ്പറിന് മേലെ ബാർ ഉണ്ട്. സോ എന്ത് കിട്ടി? 23/99. ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. നെക്സ്റ്റ് 47/25 - 1 എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ. അപ്പോൾ ഇത് ഏത് വാല്യൂവിൽ ഡിവിസിബിൾ ആവുന്നുണ്ടെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നു വെച്ചാൽ നമ്മൾ നേരത്തെ ലാസ്റ്റ് ഒരു കാര്യം പറഞ്ഞു. എന്താ നോക്കിയേ, ഈ സാധനം ഇതിവിടെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. നോക്കിയേ, ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 47/25 - 1/25 അല്ലേ? ഇങ്ങനെ എഴുതാം. അപ്പം അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഇതാ ഈ ഫോമിലായല്ലോ, ഈ ഫോമിലായി, ഇതാ ഈ ഫോമിലായി. അപ്പോൾ x - a ഡിവിസിബിൾ ആണ്, x + a ഡിവിസിബിൾ ആണ്. സോ എന്താ x + a എന്ന് പറഞ്ഞാൽ 48. ഇനിയോ x - a എന്ന് പറഞ്ഞാൽ 46. ഓക്കെ, 46 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പം 46 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ 46ന്റെ മൾട്ടിപ്പിൾ ആയ നമ്പേഴ്സ് കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ്? ഇപ്പോൾ 1 46ന്റെ ആണ്, 2 46ന്റെ ആണ്, 23 46ന്റെ ആണ്, 46 46ന്റെ ആണ്. ഏതെങ്കിലും ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട്. ഏതാണ്? സി. ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഇത്രയും ഈ കാര്യം അറിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റിമൈൻഡർ 3/10 ഈസ് ഡിവിസിബിൾ ബൈ. ഇവിടെ നോക്കിയേ, 3/10 / 7. അപ്പോൾ ഇതിൻ്റെ റിമൈൻഡർ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ നമുക്കെന്താ, ഞാൻ നേരത്തെ പറഞ്ഞു പ്രൈം നമ്പർ ആണ്. ഇത് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് യൂളർ തിയറം അപ്ലൈ ചെയ്യാം. ആദ്യത്തെ സ്റ്റെപ്പ് കോപ്രൈം ആണോ? കോപ്രൈം ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് യൂളർ ഫാക്ടർ ഓഫ് 7. യൂളർ ഫാക്ടർ ഓഫ് 7 പ്രൈം നമ്പർ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു അതിന്ന് 1 മൈനസ് ചെയ്താൽ നമുക്ക് യൂളർ നമ്പർ കിട്ടും. അപ്പോൾ 6. ഇനി എന്ത് ചെയ്യാം? മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പവർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പവറിനെ യൂളർ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ റിമൈൻഡർ എത്ര കിട്ടും? 4 കിട്ടും. ഇനി എന്ത് ചെയ്യാം? ഇനി നമ്മൾ ചെയ്യാം, എന്ത് ചെയ്യാം? 3/4 / 7 ഇടാം. ഇതെന്താണ്? 3² × 3² ആണ്, ഡിവൈഡ് ബൈ 7 ആണ്. 9 × 9 ഡിവൈഡ് ബൈ 7 ആണ്. അപ്പോൾ എന്താ, ഇവിടെ 2 കിട്ടും, ഇവിടെ 2 കിട്ടും. സോ 4 ആണ് നമുക്ക് റിമൈൻഡർ കിട്ടാം. ഓക്കെ, നമുക്ക് ഇപ്പോൾ 3/10 ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, 3 × 3 × 3 × അങ്ങനെ ചെയ്യാം. അപ്പോൾ ഒരുപാട് ടൈം എടുക്കില്ലേ? അതായത് ബൈ 7 ചെയ്താൽ ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടൈം എടുക്കില്ലേ? അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സിമ്പിളാണ്. സോറി, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, ഫൈൻഡ് ദ സം ഓഫ് പ്ലേസ് വാല്യൂ ആൻഡ് ഫേസ് വാല്യൂ. അപ്പോൾ ഇവിടെ എന്താ? പ്ലേസ് വാല്യൂവിൻ്റെ ഫേസ് വാല്യൂവിൻ്റെ സമ്മ് എന്തിൻ്റെയാണ്? 7ന്റെ. ആദ്യം പ്ലേസ് വാല്യൂ. എന്താ പ്ലേസ് വാല്യൂ? 7. അപ്പോൾ എന്താ? 700 ആണ് പ്ലേസ് വാല്യൂ. 100ന്റെ പ്ലേസിലുള്ള 7 ഉള്ളത്, അപ്പോൾ 700. ഇനി ഫേസ് വാല്യൂ, മുഖവില. എന്താണ് ഫേസ് വാല്യൂ? എന്താ കിട്ടാം? മുഖവില എന്ന് പറയുന്നത് 7 തന്നെയാണ്. സോ 707 അല്ലേ നമുക്ക് കിട്ടാം? 707 ആണ് കേട്ടോ. സോ ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, സം ഓഫ് 2 നമ്പേഴ്സ് ഈസ് 20 ആൻഡ് ദെയർ പ്രൊഡക്റ്റ് ഈസ് 75. സോ 2 നമ്പറിൻ്റെ സം എന്ന് പറയുന്നത് എത്രയാ? 20 ആണ്. ക്ലിയർ? അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? ഇത് നമ്മുടെ 19ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 20 ആണ്. സോറി, എന്താ? സം എന്ന് പറയുന്നത് 20 ആണ്. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് x × y എന്ന് പറയുന്നത് എന്താണ്? 75. വാട്ട് ഈസ് ദ സം ഓഫ് ദ റെസിപ്രോക്കൽ? അതായത് 1/x + 1/y ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ഇത് ചെയ്താൽ എന്ത് കിട്ടും? നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ എന്ത് കിട്ടും? y + x / xy.
ഇങ്ങനെ എഴുതാമല്ലോ, ഇങ്ങനെ എഴുതാം. അതായത് എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ എക്സ് വൈ. ഓ എക്സ് പ്ലസ് വൈൻ്റെ വാല്യൂ നമുക്ക് കിട്ടി, എന്താണ് 20 കിട്ടി. എക്സ് ഇൻറ്റു വൈയും കിട്ടി, എന്താ 75 എന്ന് കിട്ടി. 5 കൊണ്ട് ചെയ്താൽ 4 കിട്ടും, 15 കിട്ടും. 4/15 ആണ് ആൻസർ കിട്ടുക. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ഇതൊക്കെ PYQ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 7 ആൻഡ് 4 ആൻഡ് 7. എത്ര റാഷണൽ നമ്പർ ഉണ്ടാവും? ഇവിടെ നോക്കിയേ, 5 ഉണ്ട്, 6 ഉണ്ട്. അപ്പോൾ ആൻസർ എന്താ? 2 ആണോ? അല്ല. കാരണം നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ, PYQ ഫോമിൽ എഴുതാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സിനെയും നമുക്ക് റാഷണൽ നമ്പർ എന്ന് പറയാം. അപ്പോൾ ഇത് PYQ ഫോമിലാണ്. നമുക്ക് ഇതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, രണ്ടിനെയും. അതായത് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിഫറൻസ് ഇല്ലല്ലോ, ഇവിടെയും ഇല്ലല്ലോ, ഡിഫറൻസ് ഇല്ല. അപ്പോൾ ഇനി നമുക്ക് ഇതാ 41/10, ഇത് ഇതിൻ്റെ ഇടയിലാണ്. 42/10, അങ്ങനെ ഒരുപാട് നമ്പർ ഇതിൻ്റെ ഇടയിൽ വരും. അടുത്തത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 400/100. വാല്യൂവിന് വ്യത്യാസമില്ല, 700/100 വാല്യൂവിന് വ്യത്യാസമില്ല. പക്ഷേ എന്നിട്ടോ 401/100 ഇതിൻ്റെ ഇടയിലാണ്. 402/100 ഇതിൻ്റെ ഇടയിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് നമ്പർ എന്താ നമ്മുടെ റാഷണൽ നമ്പർ ഇതിൻ്റെ ഇടയിലുണ്ടാവും. ഒരുപാട് റാഷണൽ നമ്പർ ഇതിൻ്റെ ഇടയിലുണ്ടാവും. നമുക്കറിയാം ഇൻഫൈനൈറ്റ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ യൂണിറ്റ് ഡിജിറ്റ് ഇൻ ദ ഫോളോയിങ്. അപ്പോൾ ഇതിവിടെ യൂണിറ്റ് പ്ലേസ് ആണ് കണ്ടുപിടിക്കുന്നത്. സിമ്പിളാണ്. ഇങ്ങനെ വന്നാൽ നമുക്കറിയാം എന്താണ്, നമ്മൾ ആ യൂണിറ്റ് പ്ലേസിലുള്ള വാല്യൂവിൻ്റെ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇപ്പം 4:102 പ്ലസ് 4:103 ഇതിൻ്റെ മാത്രം യൂണിറ്റ് പ്ലേസ് കണ്ടുപിടിച്ചാൽ ആൻസറായി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ, 4ൻ്റെ ഓടാണെങ്കിൽ എന്താണ്, 4 തന്നെ ആയിരിക്കും അതിൻ്റെ യൂണിറ്റ് പ്ലേസ്. ഈവൻ ആണെങ്കിൽ 6 ആയിരിക്കും അതിൻ്റെ യൂണിറ്റ് പ്ലേസ്. അപ്പോൾ ഇവിടെ എന്താണ്, ആദ്യത്തത് പവർ ഈവൻ ആണ്. സോ എന്തായിരിക്കും, 6 ആയിരിക്കും യൂണിറ്റ് പ്ലേസ്. ഇവിടെ നോക്കേ, ഇവിടെ എന്താണ്, ഓടാണ്. അപ്പോൾ എന്തായിരിക്കും, 4 ആയിരിക്കും യൂണിറ്റ് പ്ലേസ്. അപ്പോൾ 6 4 10. സോ എന്താ, 0 ആണ് യൂണിറ്റ് പ്ലേസിൽ. ഓപ്ഷൻ ഏതാ, സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്മോളസ്റ്റ് ഓഫ് ദ ഫ്രാക്ഷൻ എമംഗ്. അപ്പോൾ ഇതിൽ സ്മോളസ്റ്റ് ഫ്രാക്ഷൻ ഏതാണെന്ന് ചോദിക്കുന്നത്. സോ എന്താ, ഇതെങ്ങനെ ഫൈൻഡ് ചെയ്യാം നമുക്ക്? അപ്പോൾ ഇതിൽ സ്മോളസ്റ്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് വേണമെങ്കിൽ ഇത് ഡിവൈഡ് ചെയ്ത് നോക്കാം. നമ്മൾ പണ്ടൊക്കെ ചെയ്യുന്ന പോലെ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം. പക്ഷെ അതൊക്കെ എക്സാമിന് ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ നമ്മളെന്താ 5/8 ഉണ്ട്, പിന്നെന്താ 3/4 ഉണ്ട്, 13/16 ഉണ്ട്, 7/12 ഉണ്ട്. ഇത്രയും നമ്പേഴ്സാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതിൽ സ്മോളസ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. സ്മോളസ്റ്റ് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ടോ 4 × 5 20, അത് ഇവിടെ എഴുതാം. ഇവിടെ നിന്ന് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. 8 × 3 എത്ര കിട്ടും, 24. അപ്പോൾ ഇതിൽ ഏതാണ് വലുത്? ഇതാണ് വലുത്. നമുക്ക് എന്താ വേണ്ടത്, സ്മോളസ്റ്റ്. അപ്പോൾ ചെറുത് മാത്രം നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് ചെറുതാണെന്ന് കിട്ടി. ഇനി ഇതും കമ്പയർ ചെയ്യാം. ആദ്യം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 16 × 5 അപ്പോൾ എത്രയാണ്, 80 കിട്ടും. 8 × 13. ഓക്കെ, അപ്പോൾ 80ഉം 24 104 കിട്ടും. ക്ലിയർ? ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതിലേതാ ചെറുത്? ഇങ്ങനെയാണോ? തിരിച്ചിട്ടല്ലേ? തിരിച്ചിട്ട്. അതായത് ഇവിടെയും നമ്മൾ 5/8 ആണ് ചെറുത്. അടുത്തത്, അപ്പോൾ ചെറിയ വാല്യൂ വീണ്ടും എടുക്കാം. നമ്മൾ ഇതും കമ്പയർ ചെയ്യാം. ഇതും കമ്പയർ ചെയ്യുമ്പോൾ 12ഉം 5ഉം ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 60 ആണെന്ന് കിട്ടും. 8ഉം 7ഉം എത്ര കിട്ടും, 56 ആണെന്ന് കിട്ടും. അപ്പോൾ ഇതിലേതാ ചെറുത്? ഇതിൽ ചെറുത് ഈ വാല്യൂ ആണ്. ഓക്കെ, ഇതാണ് ചെറിയ വാല്യൂ. അപ്പോൾ എന്താ, ഏറ്റവും ചെറുത് ഇതായിരിക്കും. 7/12 ആയിരിക്കും ഏറ്റവും ചെറുത്. 7/12 ആണ് ഏറ്റവും ചെറുത്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത എത്ര, 23ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? ദ സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 27. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 27 ആണ്. ആൻഡ് ഡിഫറൻസ് ഓഫ് ദെയർ സ്ക്വയർസ് ഈസ്. അപ്പോൾ സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് x² മൈനസ് y² എന്ന് പറയുന്നത് എന്താണ്, 243 ആണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പേഴ്സ്? ഈ നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് ആണ് ചോദിക്കുന്നത്. സോ എന്താ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്, x - y ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ നമുക്കറിയാം a² - b² എന്താ,
അല്ലെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്താ എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ ആണ്. ഇതാണ് നമുക്ക് 243 കിട്ടിയത്. അതായത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ നമ്മൾ എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം. എക്സ് പ്ലസ് വൈൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാം. 27 ഈക്വൽ ടു 243. എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 243/27. സോ ഇത് കട്ട് ചെയ്താൽ നമുക്ക് ആൻസർ ആയി. എന്തായാലും 10 വരില്ല. അപ്പോൾ ആൻസർ 9 തന്നെ ആയിരിക്കും. ഓക്കെ, നിങ്ങൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കരുത്. കാരണം ഓപ്ഷൻസ് ഒക്കെ നോക്കിയേ വളരെ ദൂരെയാണ് ഉള്ളത്. അപ്പോൾ 240 27നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 270 ആണെന്ന് അറിയാം. അപ്പോൾ 10ൻ്റെ അടുത്തുള്ള വാല്യൂ ആയിരിക്കും ഇത്. ക്ലിയർ? അപ്പോൾ 9. ക്ലിയർ? പിന്നെ ഞാൻ ഇത് എഴുതുന്ന പോലെ ഇത്രയും സ്റ്റെപ്പൊന്നും നിങ്ങൾ എക്സാമിന് എഴുതരുത്. എത്രയും ഷോർട്ട് ആക്കാൻ പറ്റുമോ അത്രയും ഷോർട്ട് ആക്കാം. ഞാനിത് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത കുറേ ആൾക്കാരുണ്ടാവും, മാത്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അല്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഓരോ സ്റ്റെപ്പും എഴുതിയിട്ട് ചെയ്യുന്നത്. നമ്മൾ എക്സാമിന് ഇത്രയും സ്റ്റെപ്പൊന്നും എഴുതരുത്. നമ്മളിത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താ, നമുക്കിതിനെ ഇങ്ങനെ മാറ്റി എഴുതാം. അപ്പോൾ 243നെ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് 27 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇത്രയും മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഇത്രയും സ്റ്റെപ്പൊന്നും എഴുതരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. അപ്പോൾ ഇതിൽ എന്താ റാഷണൽ നമ്പർ അല്ലാത്ത എഴുതാമെന്ന് ചോദിച്ചു. P/Q ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പർ. ഇവിടെ നോക്കിയാൽ ഫസ്റ്റത്തെ എന്താണ്? ഫസ്റ്റത്തെ നോക്കിയേ, റൂട്ട് അകത്തെന്താ 9 + 16 റൂട്ട് 25 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ 5. 5 എന്ന് പറഞ്ഞാൽ 5/1 P/Q ഫോമിലാണ്. സോ റാഷണൽ നമ്പർ ആണ്. അടുത്തത് നോക്കാം. 12.9നെ നമുക്ക് എങ്ങനെ എഴുതാം? 1296 ഒരു 100 കൊണ്ട് ഇട്ടാൽ പോരെ, ഡിവൈഡ് ചെയ്താൽ പോരെ. 2 പ്ലേസ് 0.1 കൊണ്ട് മേലെയും താഴെയും നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മേലെ ചെയ്യുമ്പോൾ പോയിന്റ് മാറും. ഇനി റൂട്ട് ഇടാം. സോ നമ്മൾ സ്ക്വയർ റൂട്ട് കാണേണ്ട ഇതൊക്കെ പഠിക്കാം. നിങ്ങൾ സ്ക്വയർ റൂട്ട് കാണേണ്ട വീഡിയോ യൂട്യൂബിലുണ്ട്, അത് നോക്കാം. ഇവിടെ കാണേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം 2 പ്ലേസ് മാറ്റുക. 6 ആയതുകൊണ്ട് 6 തന്നെ എടുക്കാം. 6 4 ഉണ്ട് 6 ഉണ്ട്. ഓക്കെ, 4 6 ഉണ്ട്. ഇനിയോ 4 6 6 ആയതുകൊണ്ട് 4 6 ഉണ്ട്. പിന്നെ അടുത്ത 2 നമ്പർ നോക്കാം, 12. അപ്പോൾ ഏത് നമ്പറിന്റെ സ്ക്വയറിന്റെ അടുത്താണ് ഈ 12 വരുന്നത്? 4ന്റെ സ്ക്വയർ 16 ആയി, 3ന്റെ സ്ക്വയർ 9. അപ്പോൾ ഫസ്റ്റ് നമ്പർ എന്തായാലും 3 ആണ്. ഇനി സെക്കൻഡ് നമ്പർ 4 ആണോ 6 ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 4 × 3 ചെയ്യാം. ക്ലിയർ? 4 × 3 × 4 ചെയ്യാം, 12. സോ എന്താ, ഇത് 12ന്റെ അടുത്താണുള്ളത്. സോ വലിയ വാല്യൂ തന്നെ എടുക്കാം, 6. നമ്മളെ വീഡിയോ കാണാം. നിങ്ങൾ നമ്മളെ സ്ക്വയർ റൂട്ടിന്റെ സ്ക്വയർ റൂട്ട് കാണേണ്ട യൂട്യൂബിലുള്ള വീഡിയോ കാണാം. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാവും. ക്ലിയർ? അപ്പോൾ ഇത് 36 കിട്ടും. ഡിവൈഡ് ബൈ 100ന്റെ ആണെങ്കിൽ 10 കിട്ടും. 36/10 എന്താണ്? ഇതും P/Q ഫോമിലാണ്, റാഷണൽ നമ്പർ ആണ്. അടുത്ത ഇത് നോക്കിയേ, 900 ചെയ്താൽ 900 കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താ 30 ആണ്. അപ്പോൾ 30/1 P/Q ഫോമിലാണ്. ഇനി 125 ഓക്കെ, ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 25 × 5 എന്ന് എഴുതാം. റൂട്ട് 25 × 5. സോ 5 റൂട്ട് 5. സോ ഇതെന്താണ്? ഇത് റാഷണൽ നമ്പർ അല്ല. കാരണം റൂട്ടിനകത്ത് വാല്യൂ വരുന്നത് റാഷണൽ നമ്പർ അല്ല. ക്ലിയർ? റൂട്ട് 2 റാഷണൽ നമ്പർ അല്ല, റൂട്ട് 3 അല്ല, റൂട്ട് 5 അല്ല, അതൊന്നും റാഷണൽ നമ്പർ അല്ല. പക്ഷേ റൂട്ട് 4 റാഷണൽ നമ്പറാണ്. കാരണം എന്താ, ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 2 ആയിട്ട് എഴുതാം. ക്ലിയർ? 2/1 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എഴുതുക. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മളെ ഹൗ മെനി ഫാക്ടേഴ്സ് ഓഫ് എന്താ, ഇതിൽ എത്ര ഫാക്ടേഴ്സ്, ഈവൻ ഫാക്ടേഴ്സ് എത്രയാണെന്ന് ചോദിക്കുന്നത്. സോ ഈവൻ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എങ്ങനെ ചെയ്യും? നമ്മൾ പറഞ്ഞു 2ന്റെ ഫാക്ടറിന്റെ കൂടെ 1 ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഈവൻ ഫാക്ടർ ആകുമ്പോൾ. അപ്പോൾ ഈവൻ ഫാക്ടർ ആണ് ഫൈൻഡ് ചെയ്യുന്നത്. 2ന്റെ പവർ എന്താണ് 7. അപ്പോൾ അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യാൻ പാടില്ല. ഇൻറ്റു ബാക്കി എല്ലാ പവറിൻ്റെ കൂടെയും 1 ആഡ് ചെയ്യാം. 4 + 1 ഇൻറ്റു 3 + 1 ഇൻറ്റു 7. 7ന്റെ പവറാണ്, 7 പവർ 1 ആണുള്ളത്. സോ 1 + 1. സോ എന്ത് കിട്ടും? 7 × 1 + 4 + 1 5 ഇൻറ്റു 4 ഇൻറ്റു 2. സോ 5 × 4 20, 14. 14 × 20 280. അപ്പോൾ എന്താണ്, ഹൗ മെനി ഫാക്ടേഴ്സ്, ഈവൻ ഫാക്ടേഴ്സ് എത്ര? 280 ഈവൻ ഫാക്ടേഴ്സ് ഉണ്ട്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ക്ലിയർ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആണുള്ളത് നമുക്ക്. അപ്പോൾ ഇതൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.
ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് ടോപ്പിക് ചെയ്തു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കൃത്യമായി പഠിക്കുക, റിവൈസ് ചെയ്യുക. അപ്പോൾ അടുത്ത ടോപ്പിക്കായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.